നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ VS കൃഷ്ണരാജ്. നിരവധി വാർത്തകളുണ്ട്, അതൊക്കെ സർപ്രൈസായി എങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് നോക്കാം. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ദൗത്യം ഫ്ലോറിഡയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4:33. പേടകത്തിൽ 4 ബഹിരാകാശ യാത്രികർ. ലക്ഷ്യം സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കൽ. റഷ്യ-യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്കോ? പുടിനുമായുള്ള ചർച്ചകൾ വിജയകരമെന്ന് ട്രംപ്. യുക്രൈനെ വളഞ്ഞ റഷ്യൻ സേന നടപടികളിലേക്ക് പോകരുതെന്നും അമേരിക്ക. പുതിയ പോലീസ് മേധാവി ആര്? നടപടിക്രമങ്ങൾ തുടങ്ങി. MR അജിത് കുമാർ അടക്കം 6 പേർ പട്ടികയിൽ. ലഹരിക്കെതിരെ നടപടികൾ ഊർജിതമാക്കാൻ എക്സൈസ് വകുപ്പ്. ഒരാഴ്ചക്കിടെ വാഹന പരിശോധനകളിൽ മാത്രം പിടികൂടിയത് 1.9 കോടിയുടെ മയക്കുമരുന്ന്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ച അന്വേഷണം. പൂർവ്വ വിദ്യാർത്ഥികളും നിരീക്ഷണത്തിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിയമന അട്ടിമറി. PSCക്ക് വിടണമെന്ന ഗവേണിംഗ് കൗൺസിൽ തീരുമാനത്തിന് പുല്ലുവില. വിവരാവകാശ രേഖയുമായി ജനം എക്സ്ക്ലൂസീവ്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് മാർച്ച് 31 ശേഷം റേഷൻ ഇല്ല. സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. സംസ്ഥാനത്ത് താപനില മേൽപോട്ട്. വടക്കൻ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അൾട്രാ വയലറ്റ് പതിക്കുന്നതിനാൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. വനിതാ ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ ഇറങ്ങുന്നത് കരുത്തരായ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും. മലയാളി താരങ്ങളായ മിന്നുമണിയും സജന സജീവനും നേർക്കുനേർ. വീണ, പുത്തൻപുലരിക്ക് ഇടയ്ക്കൊരു ശീലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എല്ലാ ദിവസവും രാവിലെ ശബരിമലയിൽ നിന്ന് തുടങ്ങുക എന്നത്. ഇന്നലെ മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരുന്നു. ഇന്നലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ദർശനത്തിന് പ്രത്യേക സൗകര്യമാണ്. അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 18ാം പടി കയറി ചെല്ലുന്ന ഇടത്ത് തന്നെ ക്യൂ തുടങ്ങി അയ്യനെ കണ്ട് മടങ്ങാനുള്ള അവസരം. അതായത് ഫ്ലൈ ഓവർ കയറേണ്ടതില്ല. അതൊരു നല്ല നീക്കമാണ്. പക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നന്നായി കണ്ടു തൊഴാനായി. അതെ, മാത്രമല്ല വിഷുവിനും ഇത് നടപ്പിലാക്കും. അപ്പോൾ ഇപ്പോൾ സക്സസ് ആയാൽ വിഷുവിന് നടപ്പിലാക്കും. വിഷുവിന് കൂടി വിജയിച്ചാൽ, ഈ പരീക്ഷണം വിജയിച്ചാൽ ഇത് അടുത്ത മണ്ഡലകാലത്തിലും അത് തന്നെ നടപ്പിലാക്കുമെന്നാണ്. ഏതായാലും മീനമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ദർശനം ആരംഭിച്ചു. ദർശന ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയതോടെ 18ാം പടി കയറിയെത്തുന്ന ഭക്തരെ ബലിക്കൽ പുര വഴി നേരിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ ഭക്തരുടെ എണ്ണം കൂടിയതുകൊണ്ടാവാം അങ്ങനെയെങ്കിൽ പരീക്ഷണം വിജയിച്ചോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ദർശനം സുഗമമായി നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഫ്ലൈ ഓവർ വഴിയും ആളുകളെ കടത്തിവിടുന്നു?
കൃഷ്ണരാജ്, ഇന്ന് ഫ്ലൈ ഓവർ വഴിയും ഈ ഭക്തരെ കടത്തിവിടുന്നുണ്ട്. കാരണം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഈ കൊടിമരച്ചൂട്ടിൽ നിന്ന് ബൽക്കൽപുര വഴി ഉള്ളിലേക്ക് കയറുന്നതിൽ ഒരു പരിധിയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കൂടുതൽ പേരെത്തുമ്പോഴേക്കും ഇവിടെ തിരക്ക് വർദ്ധിക്കും. അപ്പോൾ ആ തിരക്ക് ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മേൽപ്പാലവും കൂടെ ഉപയോഗിക്കുന്നത്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് രണ്ടും ഒരുമിച്ച്, അതായത് ഇവിടെ നിന്നും ഉള്ളിലേക്ക് ഭക്തർ കയറുന്നു, അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴിയും ഭക്തർ ഇറങ്ങി ദർശനം നടത്തുന്നു, പഴയ രീതിയിൽ ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു തിരക്ക് വർദ്ധിക്കും തോറും ഒരു ഭാഗത്തുകൂടെ മാത്രം, അതായത് ഈ മുന്നിലെ നടയിലൂടെ മാത്രം കയറ്റി വിടാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഒരു മാസപൂജയ്ക്ക് തന്നെ തിരക്ക് ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ മണ്ഡലകാലമാകുമ്പോൾ പൂർണ്ണമായും ഈ ഒരു ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ വഴിയും പരീക്ഷിച്ച് നോക്കുകയാണ്. ഒരുമിച്ച് തന്നെ ഈ ഫ്ലൈ ഓവർ വഴിയും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴിയുമുള്ള ഒരു ദർശന ക്രമീകരണം അത് തന്നെയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളോട് ADGP വ്യക്തമാക്കിയതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തിയ ശേഷം പിന്നീടാകും അത് സ്ഥിരമായി ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ബലിക്കൽപുരയ്ക്ക് സമീപമാണ്. ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് കയറുന്ന അയ്യപ്പ ഭക്തരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് നേരിട്ട് ഈ മുന്നോട്ട് നടക്കും തോറും ഇങ്ങനെ ദർശനം ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവർ വഴി വരുന്നവർക്ക് പഴയ രീതിയിൽ സോപാനത്തിന് അരികിലേക്ക് എത്തുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു വേണം ദർശനം നടത്താൻ എന്നുള്ളതാണ്. എന്തായാലും ഈ മുന്നിലൂടെ കയറുന്നവർക്ക് ഏറെ സന്തോഷം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവരൊക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ദർശന ക്രമീകരണമാണ് ഇവിടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുമൊക്കെ വ്യക്തമാക്കിയതുപോലെ ഇനി ഉള്ള മാസപൂജകൾക്ക് ഇത്തരത്തിൽ തുടരാൻ വേണ്ടി അതിൻ്റെ തയ്യാറെടുപ്പാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഈ ഒരു ദർശന ക്രമീകരണം, അതായത് ഉള്ളിൽ കയറുമ്പോൾ കാണിക്ക വഞ്ചി വെച്ച് ഇരുവശവും വേർതിരിച്ച് രണ്ട് പാതകളാക്കി ഉള്ളിലേക്ക് ഈ ഇത്തരത്തിൽ ഭക്തരെ കയറ്റി വിടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ദർശനം, അതായത് 20 സെക്കൻഡിലേറെ, കഴിഞ്ഞ ദിവസം അതിലും കൂടുതൽ നേരം ഇത്തരത്തിൽ ദർശനം നടത്തിയവരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭക്തർ അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ സ്ലോ ആകുകയാണെങ്കിൽ പുറത്തു നിന്ന് വരുന്ന, അതായത് ഈ 18ാം പടിയിലേക്ക് കയറി വരുന്ന ഭക്തർക്ക് പുറത്ത് കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വേഗത കൂടെ വേണമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ദർശനത്തിനായി വരി നിൽക്കുന്ന ഭക്തരെ കാണാം. അതായത് മുന്നിലൂടെയുള്ള ദർശനത്തിനായി വരി നിൽക്കുന്ന ഭക്തരാണ് ഇവരൊക്കെയും. കാരണം നേരിട്ട് മുന്നോട്ട് നടക്കും തോറും അയ്യപ്പനെ, സ്വാമിയെ ദർശിച്ച് നീങ്ങാമെന്നുള്ളതാണ്. ഫ്ലൈ ഓവർ ദർശനം 18ാം പടി കയറി ഉടൻ ലഭിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് നല്ലതുമാണ്. ആ നീക്കം പ്രശംസ അർഹിക്കുന്നുമുണ്ട്. പക്ഷേ ഈ മീനമാസ പൂജകൾക്കായി നട തുറന്ന് പിറ്റേന്നാൾ രാവിലെ തന്നെ അത് സാധ്യമാകുന്നില്ലെങ്കിൽ, അതായത് മുൻപ് ഈ നടപടി ഇപ്പോൾ പ്രായമേറിയവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി വരുന്നവർ, ഭിന്നശേഷിക്കാർ, ഇവരൊക്കെ വരുമ്പോൾ ഈ 18ാം പടി കയറി ഉടൻ ദർശനം നടത്താൻ സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട് പോലീസ്. അതേസമയം ഫ്ലൈ ഓവർ വഴിയാണ് സാധാരണയായി സുഗമമായി ഇത് നടക്കുന്നത്. ഇന്ന് ദേവസ്വം പ്രസിഡന്റിനോട് ചോദിക്കണം, ഈ നല്ല തീരുമാനം അല്ലെങ്കിൽ ഈ നല്ല നീക്കം എന്തുകൊണ്ടിന്ന് മാറ്റേണ്ടി വന്നു, ഫ്ലൈ ഓവർ വഴി കൂടി ആൾക്കാരെ കടത്തി വിടേണ്ടി വന്നു എന്ന്. കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം തന്നെ ADGP അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് എല്ലാ വശവും പരീക്ഷിക്കുമെന്നുള്ള കാര്യം. അതായത് ഇന്ന് മേൽപ്പാലം വഴി ആളെ കയറ്റുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അവർ പറഞ്ഞിരുന്നു. അതുവഴി കയറിയവരിൽ നിന്നും ഒരു വരി അവർ മുന്നിലേക്ക് എത്തി മുന്നിലൂടെ ദർശനം നടത്തും. അതോടൊപ്പം തന്നെ മറ്റ് വരികൾ ആ ഭാഗത്തുകൂടെ തന്നെ സോപാനത്തിൻ്റെ ആ ഒരു വശത്തേക്ക് പോകും. ഇപ്പോൾ നമ്മൾ കാണുന്ന വരി മുന്നിലേക്ക് ദർശനം നടത്തുവാൻ വേണ്ടി എത്തുന്നവരാണ്. അതായത്
അതായത് 18-ാം പടി കയറി എത്തുന്നവർ മാത്രമല്ല, ഈ മേൽപ്പാലം വഴി ഇറങ്ങുന്നവർക്കും ഒരു വരിയിലൂടെ മുന്നിലേക്കെത്തി ദർശനം നടത്താം. ആ ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് കയറാമെന്നുള്ളതാണ്. എന്തായാലും തിരക്ക് വർദ്ധിക്കും തോറും ഇത്തരത്തിലുള്ള ഈ പരീക്ഷണങ്ങൾ, അതായത് മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ മുന്നിലൂടെയും ഒക്കെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നുണ്ട്. അതൊക്കെ തന്നെ ഇനി വരുന്ന മാസങ്ങളിൽ എത്തരത്തിലാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും തിരക്ക് വർദ്ധിക്കുമ്പോൾ കൂടുതൽ വരി, അതായത് ഒരു വരിയും കൂടെ അനുവദിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരികൾ അനുവദിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ അത് വിലയിരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ ശബരിമലയുടെ തന്നെ ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഈ തിരക്ക് അതോടൊപ്പം എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സോപാനത്തിനരികേക്ക് എത്തുന്ന ഭക്തരാണ്. പഴയ രീതിയിൽ ദർശനം നടത്തുന്ന ഭക്തരാണ് ഈ മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വരി മുന്നിലേക്ക് പോയി ബലിക്കൽപുര വഴിയും ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു തിരക്കിൽ മുന്നിലൂടെ മാത്രം ദർശനം എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മേൽപ്പാലം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ മേൽപ്പാലത്തിലൂടെ ഭക്തരെ കയറ്റിവിടും. അത് അങ്ങനെ തന്നെ നിലനിർത്തിയാകും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു മാസപൂജയ്ക്കാണ് ഇത്തരത്തിൽ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയ ശേഷം, അതായത് മണ്ഡലകാലത്ത് അത്ര തിരക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ വിജയിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലും ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമീകരണം തുടരുമെന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലം വഴിയുള്ള ദർശനം അത് ഭക്തർക്ക് നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് ഈ അധികൃതരൊക്കെ പറയുന്നത്. അതായത് ഇങ്ങനെ എത്തി ഒരു വശത്തൂടെ മാത്രം ദർശനം നടത്തി പെട്ടെന്ന് പോകുന്നതാണ്. അത് മാറ്റാൻ വേണ്ടിയാണ് മുന്നിലൂടെ ഇത്രയധികം സമയം കൊടുത്തുകൊണ്ട്, ദർശനത്തിനായി സമയം കൊടുത്തുകൊണ്ട് ഭക്തരെ മുന്നിലൂടെ കടത്തിവിടുന്നത്. എന്തായാലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അത് മറ്റു രീതിയിലും ക്രമീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെയാണ് ഇത്തരത്തിൽ മേൽപ്പാലം വഴിയും ഭക്തർ ഈ ദർശനം നടത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി മണ്ഡലകാലത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അന്നൊക്കെ തന്നെ 18-ാം പടി കയറി എത്തുന്ന ഭക്തജനങ്ങളെ മുന്നിലൂടെ കടത്തിവിട്ടാൽ 18-ാം പടിയിലേക്ക് കയറാൻ നിൽക്കുന്ന ഭക്തർക്ക് കൂടുതൽ നേരം കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം അത്രയധികം വേഗത വേണം എന്നുള്ളത് തന്നെയാണ്. ഉള്ളിലേക്ക് പോലീസിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ട് മാത്രമേ ഉള്ളിലേക്കുള്ള ഭക്തജനങ്ങളെ മുന്നിലേക്ക് പെട്ടെന്ന് നീക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിലയിരുത്തുകയാണ്. എന്തായാലും അത് മാത്രം, അതായത് അതുവഴി മാത്രം ദർശനം നടത്താൻ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ കയറ്റിവിട്ടാൽ കൂടുതൽ തിരക്ക് ആവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ മേൽപ്പാലത്തിൽ കാണുന്ന ഒരു തിരക്ക് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഇത്രയും അധികം പേര് ആ 18-ാം പടി കഴിഞ്ഞ് ആ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും താഴോട്ടുള്ള ഭക്തജനങ്ങൾക്ക് അവിടെ കൂടുതൽ നേരം കാത്തു നിൽക്കേണ്ടി വരും. അത് പിന്നീട് എല്ലാവർക്കും ദർശനം കിട്ടണമെന്നുള്ള ആ ഒരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദർശനം ഉറപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് രണ്ട് വഴിയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി വരുന്ന മാസങ്ങളിലും ഈ ഒരു ക്രമീകരണം അത് തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ മുന്നിലൂടെ ദർശനം നടത്തുന്നവർക്ക് നേരിട്ട് അയ്യപ്പനെ കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേരും മുന്നിലേക്ക് പോകാനാണ്, അതായത് ബലിക്കൽപുരയുടെ ആ വശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു ദർശന ക്രമീകരണം അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ സന്തോഷം നൽകുന്നത് കൂടെയാണ്. അതായത് മുന്നിലൂടെ എത്തി അയ്യപ്പനെ ദർശിക്കുക എന്ന് പറയുമ്പോൾ ഭക്തരോട് എന്താണ് ഈ പുതിയ പരീക്ഷണങ്ങളിൽ അവർ സംതൃപ്തരാണോ? ഫ്ലൈ ഓവർ വഴി തന്നെ വരുന്നതാണോ അവർക്ക് സൗകര്യം? എന്താണ് അവർ പറയുന്നത്? കഴിയുമോ? തീർച്ചയായും കഴിഞ്ഞ ദിവസവും അവർ വ്യക്തമാക്കിയിരുന്നു, അവർക്ക് മുന്നിലൂടെ ദർശനം നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നേരം അയ്യപ്പനെ കാണാൻ സാധിക്കുക എന്നുള്ളത്. എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരം. ഇപ്പോൾ ആദ്യമായിട്ടാണ് മുന്നിലൂടെ ദർശനം നടത്തുന്നത്? അതെ. അപ്പോൾ എന്ത് തോന്നുന്നു? നേരത്തെ ഫ്ലൈ ഓവർ വഴിയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്, ഇത്തവണയാണ് മുന്നിലൂടെ കയറുന്നത്. അതെ അതെ. എന്തോന്നു, ഇങ്ങനെയുള്ള ദർശനമാണോ? നല്ല ഇങ്ങനെയുള്ള പണ്ടുണ്ടായിരുന്ന ഇങ്ങനെയാണല്ലോ മുൻകാലത്ത്? അതെ.
മുൻപ് വന്നിട്ടുണ്ടോ? മുൻപുണ്ട് 40-50 കൊല്ലത്തിനും പോന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മുന്നിലൂടെ കയറാൻ പോവുകയാണ്. ഇതാണ് കൂടുതൽ സൗകര്യം. അതെ, ഇതാണ് സൗകര്യം. ഇതാകുമ്പോൾ അയ്യപ്പനെ ഡയറക്റ്റായി കയറി പോകാം. മറ്റേ മോളിൽ കൂടി കയറി വരണ്ടേ? അറിയാം, തൊഴിൽ ചെയ്യുമ്പോൾ അറിയാം. എന്തായാലും ഫ്ലൈ ഓവർ ഇറങ്ങി തന്നെയാണ് വീണ്ടും വിടുന്നത്. സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് മുന്നിലൂടെ തന്നെ ദർശനം. അതെ. അപ്പോൾ അവരും സന്തോഷത്തിൽ തന്നെയാണ്. കാരണം മുന്നിലൂടെ ദർശനം നടത്തുമ്പോൾ കൂടുതൽ സമയം ദർശനം കിട്ടുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ തിരക്ക് കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഉള്ളിലോട്ട് കയറുമ്പോൾ അത് ഒറ്റ വാതിലാണ് ആ ബലിക്കൽപുരയിൽ അവിടെ. അപ്പോൾ ആ വാതിലൂടെ എന്തായാലും നമുക്ക് മുന്നിലോട്ട് കയറാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ദേവസ്വം പ്രസിഡന്റ് കൂടെ ചേരുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു പരീക്ഷണം കൂടെ നടത്താൻ തീരുമാനിച്ചല്ലോ. അതായത് മേൽപ്പാലം വഴിയും ഇന്ന് ഭക്തജനങ്ങളെ കയറ്റി വിടുകയാണ്. അതായത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ തിരക്ക് കൂടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവറും കൂടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തിരക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഫ്ലൈ ഓവറും രണ്ടും കൂടി ഉപയോഗിക്കുന്ന ഒരു മട്ടാണ്. തിരക്ക് കുറയുമ്പോൾ ഇതുവഴി കൂടി ഇപ്പൊ രണ്ടും കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി തിരക്ക് കൂടിയാൽ നമുക്ക് എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ തിരക്ക് കുറയുന്ന സമയത്ത് ഭക്തർക്ക് നല്ല ദർശനം കൊടുക്കുക. ഇത് രണ്ടും സംയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കണം. അതാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇനി എന്തെങ്കിലും മാറ്റം, അതായത് കൂടുതൽ വരികൾ അനുവദിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കൂടുതൽ വരികൾ ഇപ്പം ഫ്ലൈ ഓവറിൽ കൂടി പണ്ട് എങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 18-ാം പടിയിൽ കൂടിയുള്ളൂ. രണ്ടും ഉണ്ട് ഇപ്പോൾ. പക്ഷെ രണ്ടും കൂടി വെച്ച് സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ സ്വാഭാവികമായി 1-ാം തീയതിയാണ്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ വെള്ളി ശനി അതിൻ്റെ ഒരു സ്വാഭാവികമായ ദിവസത്തിൻ്റെ ഒരു തിരക്കുണ്ട്. 1-ാം തീയതി എന്നുള്ളൊരു തിരക്കുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ തിരക്ക് കൂടി പോകുന്നു, അത്രേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഒരു പോലീസിൻ്റെ ക്രൗഡ് മാനേജ്മെൻറ്റ് അണ്ടർ കൺട്രോളിലാണ്. കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക മുന്നിലൂടെ ആയിരിക്കും. ഭക്തജനങ്ങൾ പ്രിഫർ ചെയ്യുന്നു അത് തന്നെ ആയിരിക്കും. കാരണം ഭക്തജനങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ബലിക്കലിൽ കൂടി നേരിട്ട് തൊഴുന്ന ഭക്തർ വെരി ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. അപ്പം ആ സമയത്ത് തിരക്ക് കുറയുന്ന സമയത്ത് പരമാവധി ഭക്തർക്ക് ആ സൗകര്യം ലഭ്യമാക്കുക, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ തിരക്ക് കൂടി വന്നാൽ രണ്ടും ഉപയോഗിക്കുക, അതേ നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ, തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് തിരക്ക് കൂടുമ്പോൾ മേൽപ്പാലവും കൂടെ ഉപയോഗിച്ചുകൊണ്ടാകും ഇത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അതോടൊപ്പം തന്നെ ഭക്തരുടെ പ്രതികരണം കേട്ടു. മുന്നിലൂടെ ദർശനം നടത്തുവാനാണ് കൂടുതൽ പേർക്കും, അതായത് കൂടുതൽ സമയം അയ്യപ്പനെ കാണാമെന്നുള്ളത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെയാണ് അവർ നമ്മളോടും പങ്കുവച്ചത്. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റും വ്യക്തമാക്കിയത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു മേൽപ്പാലം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും 18-ാം പടിയിൽ നിന്നും ഭക്തർ അങ്ങനെ കയറി വരുന്നുണ്ട്. ആ പടിയിലേക്ക് കൂടെ നമുക്ക് പോകാം. കാരണം ഇവിടെ മാത്രമാണ് ഇന്ന് ഇതുവഴി മാത്രമാണ് ദർശനമായിരുന്നെങ്കിൽ കൂടുതൽ പേർക്ക് 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു മേൽപ്പാലം ഇന്നും പുലർച്ചെ മുതൽ തന്നെ തുറന്നു കൊടുത്തതും അതോടൊപ്പം ഭക്തജനങ്ങളെ അതുവഴി കടത്തിവിടുന്നതും. എന്തായാലും ഇവിടെ പോലീസ് അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരുമൊക്കെ അങ്ങനെ 18-ാം പടി കയറി വരുന്നുണ്ട്. താഴെ ഭക്തജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ദർശനം ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുന്നിലൂടെ മാത്രം കയറ്റി വിടാതെ ഈ മേൽപ്പാലം വഴിയും കൂടെ വിടുന്നത്. എന്തായാലും അവിടെ നമുക്ക് നോക്കാൻ സാധിക്കും, അമ്മമാരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുന്നിലൂടെ ദർശനം നടത്താനാകുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പലരെയും മേൽപ്പാലം വഴി കയറി വരാനാണ് പോലീസൊക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ വരുന്ന ഭക്തർക്കൊക്കെ മുന്നിലൂടെ ദർശനം നടത്തണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മേൽപ്പാലം കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് പഴയ രീതിയിലുള്ള ദർശനം കൂടെയാണ് ഭക്തർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതും മാസപൂജയ്ക്കാണ്, മീനമാസത്തിലെ പൂജയ്ക്കാണ് ഈ ഒരു 2-ാമത്തെ ദിവസം, അതായത് ആദ്യ ദിവസം തന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും
ദർശനം രാത്രി ദർശനം കിട്ടാത്തവർ ഇന്ന് പുലർച്ചെ മുതൽ ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ മുന്നിലൂടെയുള്ള ദർശനം അത് നിയന്ത്രിച്ചുകൊണ്ട് അതിനോടൊപ്പം മേൽപ്പാലം വഴിയും ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ശബരിമലയിലെ ദർശനം, അതായത് രാവിലെ 5 മണി മുതൽ നട തുറന്നു അതിന് ശേഷമുള്ള ദർശനം ഈ രീതിയിലാണ് നടക്കുന്നത്. സന്നിധാനത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്. അവിടെ വലിയ തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഈ 18ാം പടി കയറി വന്ന് നേരെ ദർശനം നടത്തുക അത്ര എളുപ്പമല്ല. അപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കേണ്ടി വരും. അത് രണ്ടും ചേരുമ്പോൾ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാനാകുമെന്ന ചോദ്യം പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത് അല്ലേ, പുതിയ ക്രമീകരണം എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുള്ളത്. അതത്ര എളുപ്പമല്ല മാസപൂജയ്ക്ക് പോലും അതത്ര എളുപ്പമല്ല. പക്ഷേ ഈ രണ്ടും കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ എന്ത് ഗുണമുണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നേരിട്ട് കയറുന്നവർക്ക് കൂടുതൽ ദർശന സൗകര്യം ഉണ്ടാകുമെന്ന് ഭക്തർക്ക് കൂടുതൽ ആവശ്യം. പക്ഷേ അതെ, ഈ തിരക്ക് കൂടി വരുന്ന സമയത്ത് ഈ നേരിട്ട് കയറുന്ന ക്യൂവിലേക്ക് നിൽക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. കാരണം ഫ്ലൈ ഓവർ അതാണ് അടുത്ത പ്രശ്നം. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ദേവസ്വം പ്രസിഡന്റ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ ലഹരിവേട്ട കേസിൽ കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ച അന്വേഷണം. പുറത്തുനിന്നുള്ള ലഹരി മാഫിയ കോളേജ് വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു. പൂർവ്വ വിദ്യാർത്ഥികളും നിരീക്ഷണത്തിലുണ്ട്. അതേസമയം റിമാൻഡിലായ വിദ്യാർത്ഥി ആകാശിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നേരത്തെ തന്നെ വിദ്യാർത്ഥികളും ആരോപിച്ചതാണ്. പുറത്തുനിന്നൊക്കെ ആളുകൾക്ക് ഹോസ്റ്റലിലേക്ക് കടന്നു കയറാനുള്ള സാഹചര്യം നിരവധിയുണ്ട്, മതിലൊക്കെ തകർന്നു കിടക്കുകയാണെന്നൊക്കെ അവർ ആരോപിച്ചിരുന്നു. ഇതിപ്പോൾ പോലീസിനെയും സംശയം അത് തന്നെയാണ്. ഈ ലഹരി വേട്ട കേസിൽ ഈ കഞ്ചാവ് ആരാണ് ഇങ്ങോട്ട് എത്തിച്ചത്, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കെ ഇവരെ ഈ ലഹരി മാഫിയ കോളേജ് വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്നുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതൊക്കെ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്? വീണ, ഈ കളമശ്ശേരി പോളിടെക്നിക്കൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഹോസ്റ്റലിൽ തന്നെ താമസിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം സ്വദേശിയായ ഈ വിദ്യാർത്ഥിയിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുകയാണ്. ഇയാളാണ് ഹോസ്റ്റലിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഇയാൾ ഒളിവിൽ പോയതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാളെ ഉടൻ കണ്ടെത്തും എന്നും ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ വിദ്യാർത്ഥികളടക്കം ആരോപിച്ചിരുന്ന ഒരു കാര്യം, ഈ പുറത്തു നിന്നുള്ള ആളുകൾ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ചില ആളുകൾ അടക്കം ഹോസ്റ്റലിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ പുറത്തുനിന്ന് ഈ കഞ്ചാവ് മാഫിയ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ഇവരെ കാരിയർമാരാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഞ്ചാവിൻ്റെ വിൽപ്പന നടത്തിയിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് സംഘവും എത്തുന്നത്. കഴിഞ്ഞ 6 മാസത്തോളം പോലീസ് ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ പരിശോധന നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ നിലവിലിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള ആകാശിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഇയാളോടൊപ്പം താമസിച്ചിരുന്ന KSU പ്രവർത്തകരായിട്ടുള്ള അനന്തു, ആദിൽ എന്നീ 2 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയും ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ആകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. നേരത്തെ മൊഴി നൽകിയ സമയത്ത് ഈ വിദ്യാർത്ഥികൾ, KSU പ്രവർത്തകരായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത് തങ്ങൾ ഈ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ആകാശിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്നു. ഒപ്പം തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് എത്തി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായിട്ട് തന്നെയാണ് പോലീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വീണ. യെസ്, കിരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റൽ ലഹരിവേട്ട കേസ് പല തലത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇവിടെ എത്തിച്ച ആളത് പൂർവ്വ വിദ്യാർത്ഥിയാണെന്നൊരു സംശയം എളുപ്പമായി പൂർവ്വ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം എറണാകുളത്തുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതിപ്പോൾ ഇന്നലെ 2 വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു. KSUവും SFI പരസ്പരം പഴിചാരുന്നുണ്ടായിരുന്നു 2 പേരും. ഏതായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറഞ്ഞത്
ജാഗ്രത കുറവുണ്ടായി എന്നാണ്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ട്, പലപ്പോഴും പല ട്രോളുകൾ വന്നിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായോ എന്നുള്ള ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമായി നിലകൊള്ളേണ്ട നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ അതിന് കാരണമാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം ആണെങ്കിൽ അത് മുളയിലെ നുള്ളേണ്ടതുണ്ട്. അത് കൃത്യമായി ഈ ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനൊക്കെ സർവകലാശാലകളിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടക്കും. പക്ഷെ ബോധവൽക്കരണം കൊണ്ട് എത്രമാത്രം എത്രയോ വർഷങ്ങളായി ലഹരിക്കെതിരായ ബോധവൽക്കരണം നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി എത്രയോ കോടികൾ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു പോകുന്നതായി മാറുന്നുവോ? ശരിക്കും ആക്ഷനാണോ വേണ്ടത്? ആക്ഷനല്ലേ വേണ്ടത്? കൃത്യമായി ഇടപെട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, നാട്ടുകാർ ചേർന്ന് ആ പ്രദേശത്തെ യുവാക്കളെ അന്വേഷിച്ച് ചെന്ന് ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ അവർ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആക്ഷൻ വേണം എന്നൊരു ചോദ്യം. അത് നാട്ടുകാരുടെ എന്നല്ല, നിയമ സംവിധാനത്തിലൂടെ, പോലീസിങ്ങിലൂടെ അതിന് പ്രത്യേക ആക്ഷൻ സ്ക്വാഡുകൾ രൂപീകരിച്ചോ എങ്ങനെയെങ്കിലും അത് നടപ്പിലാക്കി ലഹരിയിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്, എക്സൈസ് വകുപ്പ് അടക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുകയാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:33 ക്രൂ 10 പേടകം വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, എപ്പോഴാണ് ഈ പേടകം അവിടെ എത്തുക? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് നാളെ, അതായത് നാളെ ഏതാണ്ട് 9 മണിയോടുകൂടി, രാവിലെ 9 മണിയോടുകൂടി ഇന്ത്യൻ സമയം മാർച്ച് 16 9 മണിയോടുകൂടിയാണ് പേടകം അവിടെ എത്തുക. അതായത് ഈ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് സ്പേസ് എക്സിൻ്റെയും അതുപോലെ തന്നെ നാസയുടെയും അറിയിപ്പിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് 4:33 ഈ പേടകം ലോഞ്ച് ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്ന 24 മണിക്കൂർ മുമ്പ് ലോഞ്ച് ചെയ്യപ്പെടേണ്ട ഒരു പേടകമായിരുന്നു, അല്ലെങ്കിൽ ഈ ദൗത്യമായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി, അത് കാലാവസ്ഥയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില സാങ്കേതിക ഹൈഡ്രോളിക്സിലെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ക്രൂ 10 മിഷൻ നീട്ടിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. ഈ ക്രൂ 10 മിഷൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഘടകം 9 മാസത്തോളമായി ബച്ച് വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. അത്രയും കാലം ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നത് അവർ അങ്ങോട്ട് സഞ്ചരിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ സാങ്കേതിക തകരാറ് കൊണ്ട് അതിന് തിരിച്ചു വരാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തുകയും അതിൻ്റെ റിപ്പയർ സാധിക്കാത്തൊരു സാഹചര്യം അത് ബഹിരാകാശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ് മറ്റൊരു പേടകം എത്തിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമായി മാറിയത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 4 ബഹിരാകാശ സഞ്ചാരികളെയും ചേർത്ത് വെച്ച് കൂട്ടി ഇപ്പോൾ ഈ പുതിയ പേടകം, അതായത് 10ാമത്തെ ദൗത്യം ക്രൂ 10 മിഷൻ വിക്ഷേപിച്ചിരിക്കുന്നത്. മിഷൻ നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുകയും പിന്നീട് അതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തോടു കൂടി തന്നെ ഇവരുടെ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി സാധ്യമാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. ഇതിലേറെ പ്രാധാന്യം അറിയിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുനിത വില്യംസിൻ്റെയും ബച്ച് വിൽമോറിൻ്റെയും നിക് ഹേഗിൻ്റെയും എല്ലാം തിരിച്ചുവരവ് തന്നെയാണ്. ഇവർ തിരിച്ചു വരുന്നതിനെ ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 17-ാം തീയതി തിരിച്ചു വരുമെന്ന സൂചനകളായിരുന്നു നേരത്തെ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ 19-ന് മുമ്പ് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന വിഷയം. ഇത്രയും കാലം സ്പേസ് സ്റ്റേഷനിൽ തിരിച്ചു വരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ തങ്ങേണ്ടി വന്നത് വളരെ ആദ്യമായൊരു സംഭവമാണ്. ഇത്ര 9 മാസത്തിലേറെയായി അവിടെ സുനിത വില്യംസും അതുപോലെ തന്നെ ബച്ച് വിൽമോറും എല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ അവിടെ തങ്ങുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ ഒരു ആംബിയൻസിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അതിന് ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ശരീരത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ജോയിൻറ്റുകളിലെല്ലാം, അസ്ഥിയുടെ ജോയിൻറ്റുകളിലെല്ലാം തന്നെ വിടവുണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അത് അകലുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടാൻ സാധ്യതയുണ്ട്. ഈ അടുത്തതായി നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ സ്പേസുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചത്, ഒരു പെൻസിൽ എടുത്ത് എഴുതുന്നതിന് പോലും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ശാരീരിക സ്ഥിതി എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. തീർച്ചയായും അത്തരത്തിലൊരു അവസ്ഥയുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് കൃത്യമായ മറ്റു മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരു ത്യാഗനിർഭരമായൊരു ജീവിതം നയിച്ച് തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ സുനിത വില്യംസ്, ഇന്ത്യൻ വംശജ കൂടിയായ
സുനിത വില്യംസ് നേരിടുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. തീർച്ചയായും ഇനി ഈ ക്രൂട്ടനിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 4:33 വിക്ഷേപിക്കുകയും ആ വിക്ഷേപണത്തിന് ശേഷം അത് ബഹിരാകാശത്തെത്തി ഭൂമിയെ വലം വെച്ച് കൃത്യമായി ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയുമാണ് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ തുടരുന്നതിന് വേണ്ടിയുള്ള ആസ്ട്രോനോട്ടുകളെ കൃത്യമായി എത്തിക്കുക എന്ന ദൗത്യവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായുണ്ട്. ഇതിൽ 4 ബഹിരാകാശ സഞ്ചാരികളാണുള്ളത്. 2 അമേരിക്കയുടെയും 1 ജപ്പാൻ്റെയും അതുപോലെ തന്നെ റഷ്യയുടെയും ബഹിരാകാശ സഞ്ചാരികൾ ഈ ദൗത്യത്തിൽ ഉണ്ട്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്വേഷണം വീണ്ടും CPM നേതാക്കളിലേക്ക്. ബാങ്കിനെ കബളിപ്പിച്ച് കൈക്കലാക്കിയ കള്ളപ്പണത്തിൽ ഒരു പങ്ക് CPMനു ലഭിച്ചതായി ED കണ്ടെത്തിയിരുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPM പാർട്ടിയും പ്രതിപട്ടികയിലേക്ക് എത്തുകയാണ്. കേസിൽ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന K. രാധാകൃഷ്ണൻ MPയെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കിരൺകുമാർ ഉണ്ട് വിവരങ്ങളുമായി. കിരൺ, ഇത് നേരത്തെ തന്നെ പ്രതിപട്ടികയിലേക്ക് CPM വരുന്നു. പക്ഷേ CPMലെ ഉന്നത നേതാക്കളെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ CPMലേക്ക് തിരിയുകയാണ് ഈ കേസിൻ്റെ മുനകൾ. വിവരങ്ങൾ. വീണ, കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന 2011 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിലെ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മന്ത്രിയുമായിരുന്ന AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെയും ED ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു അടക്കമുള്ള CPMൻ്റെ ഉന്നത നേതാക്കളെയും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്തതാണ്. ഇതിന് പുറമെയാണ് ഈ കാലയളവിലുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം ഏതായാലും EDയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. CPMൻ്റെ അറിവോടുകൂടിയും ഒത്താശയോടും കൂടി തന്നെയാണ് ഈ കരുവന്നൂരിലെ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് എന്നുള്ളൊരു കാര്യം ED നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. നേരത്തെ ഈ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPMൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ED കടന്നിരുന്നു. 77 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് CPMൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്വത്തുക്കളായിരുന്നു നേരത്തെ ED കണ്ടുകെട്ടിയിരുന്നത്. കൂടാതെ തന്നെ CPMൻ്റെ പേരിലുണ്ടായിരുന്ന ചില ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ED കടന്നിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ മുൻമന്ത്രി K. രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് കഴിയുന്നത് വരെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് K. രാധാകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ED വലിയ രീതിയിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ്, EDയെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് CPMൻ്റെ ഉന്നത നേതാക്കളിലേക്ക് ഏതായാലും അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ. സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. MR അജിത് കുമാർ അടക്കം 6 പേർ പട്ടികയിലുണ്ട്. റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത് എന്നിവർ പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇന്നലെ രാത്രി വൈകിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. MR അജിത് കുമാർ അടക്കം 6 പേർ പട്ടികയിൽ. വിവാദങ്ങളുടെ തോഴനാണ്. അപ്പോൾ സ്വാഭാവികമായും ആർക്ക് മുൻഗണന എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഈ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. സംസ്ഥാന പോലീസ് മേധാവി അടുത്ത ജൂൺ 30 അദ്ദേഹം വിരമിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാഥമിക നടപടിക്രമം എന്ന പേരിൽ ഇത്രയധികം ഈ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക സമർപ്പിക്കേണ്ടതിനാൽ അവരുടെ വിവരങ്ങൾ DGPയോട് ആവശ്യപ്പെട്ടത്. ആ പട്ടികയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ 6 ഉദ്യോഗസ്ഥരുടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് താല്പര്യമുണ്ടോ എങ്കിൽ അവരുടെ മറ്റു വിവരങ്ങൾ കൂടി ശേഖരിച്ച് അവരുടെ ഒരു ബയോഡാറ്റ അടക്കം അത് കേന്ദ്രത്തിന് കൈമാറും. കേന്ദ്രം ഈ 6-ൽ നിന്ന് 3 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കും. ആ 3 ഉദ്യോഗസ്ഥരിൽ നിന്ന് സർക്കാരിന് താല്പര്യമുള്ള ആളെ DGPയായി നിയോഗിക്കാമെന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഒരു നടപടിക്രമം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് സർക്കാർ ഈ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ 6ാമതായിട്ടാണ് DGP MR അജിത് കുമാറിൻ്റെ പേര് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹത്തിന് DGP തസ്തികയിലേക്ക് പോലും അദ്ദേഹം വരണമെങ്കിൽ ഈ DGP നിലവിലത്തെ DGPയുടെ വിരമിക്കലിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം
തസ്തികയിലേക്ക് വരുന്നത്. പിന്നീടാണ് ഈ സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള സ്ഥാനത്തേക്കാണെങ്കിൽ കൂടി അതിൻ്റെ പരിഗണനാക്രമങ്ങൾ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളാണ്. അദ്ദേഹമാണ് സംസ്ഥാനത്തെ സീനിയോറിറ്റിയിൽ ഏറ്റവും മുന്നിലുള്ള ഉദ്യോഗസ്ഥൻ. പിന്നീട് IB അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത്, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത 3ാം സ്ഥാനത്ത്, മനോജ് എബ്രഹാം ADGP മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമാണ് 4ാം സ്ഥാനത്തുള്ളത്. പിന്നീട് SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിതും. ഇതിവർക്ക് ശേഷമാണ് ഈ MR അജിത് കുമാർ ഈ പട്ടികയിൽ വരുന്നത്. ഇതിൽ നിലവിലത്തെ സാധാരണഗതിയിലുള്ള ഒരു പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരുടെ സാധാരണഗതിയിലുള്ളൊരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിതീഷ് അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും ഈ അന്തിമ പട്ടികയിൽ വരേണ്ടത്. ഈ റവാഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ IBയുടെ അഡീഷണൽ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ IB ഡയറക്ടറായിട്ട് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഉണ്ടാകുന്ന IB ഡയറക്ടറുടെ ഒഴിവിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്ന സാധ്യത നിലനിൽക്കുന്നതിനാൽ അദ്ദേഹം ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മനോജ് എബ്രഹാം ഈ നിലവിലത്തെ പട്ടികയിൽ മൂന്നാമത്തെ പേരായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും കൂടുതൽ പരിഗണന ആർക്ക് എന്നുള്ള ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് കൂടുതൽ കാലം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ യോഗേഷ് ഗുപ്തയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിതിൻ അഗർവാളിനും അതേ സാധ്യത തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്. അന്തിമമായി വരുന്ന 3 പേരുടെ പട്ടികയിൽ നിന്ന് ഈ ആളുകളെ ആരെയാണ് സംസ്ഥാന പോലീസ് മേധാവി ആക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും ആദ്യ പരിഗണന യോഗേഷ് ഗുപ്തയ്ക്കും നിതിൻ അഗർവാളിനും, അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ മനോജ് എബ്രഹാം പോലെയുള്ള പേരുകളിലേക്ക് കാര്യങ്ങൾ വരിക. ഇതിനും ഒടുവിൽ മാത്രം, അതായത് ആദ്യ പട്ടികയിലുള്ള 3 ഉദ്യോഗസ്ഥരും തള്ളിപ്പോവുകയാണെങ്കിൽ മാത്രം അവർക്ക് ഈ DGP സ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമില്ല തുടങ്ങിയിട്ടുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പരിഗണിച്ച് ഇവരുടെ പേരുകൾ തള്ളിപ്പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന അന്തിമ പട്ടികയിലേക്ക് പോലും 3 പേരുടെ പട്ടികയിലേക്ക് പോലും ADGP MR അജിത് കുമാർ എത്തുക. പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതൊക്കെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. 6 പേർ പട്ടികയിലുണ്ട്. MR അജിത് കുമാറുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഓക്കെ, നമുക്കിനി ആശാ വർക്കർമാരുടെ അടുത്തേക്കൊന്ന് പോകണം. 34 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 34 ദിനരാത്രങ്ങൾ കഴിഞ്ഞു അവർ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിജീവനം, അതും ഏറ്റവും അടിസ്ഥാനപരമായ അതിജീവനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത്. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരുന്നൊരു സാഹചര്യത്തിൽ ഇന്നലെ അവർ പൊങ്കാലയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കേന്ദ്രം നേരിട്ട് വേതനം നൽകണം എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുകയും ധനസഹായം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ ഈ ആശാവർക്കർമാരുടെ സമരപന്തൽ പറഞ്ഞ വാക്ക് പാലിച്ച ആളാണ്. കാരണം സെക്രട്ടേറിയറ്റ് നടയിലുള്ള ആശാവർക്കർമാരുടെ സമരത്തിനിടയിലേക്ക് കുടയും ചൂടി വരുന്നു. മഴയത്ത് അവർക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ ഇക്കാര്യത്തിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും, വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കാണും എന്ന് പറഞ്ഞ് 2ാം ദിവസം അദ്ദേഹം JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. JP നദ്ദ ഇവരെ പരിഗണിക്കുമെന്ന ഉറപ്പ് പാർലമെന്റിൽ നൽകുന്നു. അതിനുശേഷം വീണ്ടും സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഒരു പ്രക്രിയ, കൃത്യമായ ഒരു പ്രക്രിയ നടത്തുന്നുണ്ട്. അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ വഴി തരാൻ നോക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കാണുന്നത്. ഈ കേന്ദ്രം പണം നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ ആരോപണം കള്ളമാണ് എന്നതിൻ്റെ രേഖകൾ ജനം TV നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കേന്ദ്രം കൃത്യമായി പണം നൽകിയാലും അത് തങ്ങളിലേക്ക് എത്താത്തത് ഖേദകരം. അതാണ് ആശമാർ ജനം TVയോട് അന്ന് വ്യക്തമാക്കിയത്. രശ്മി കാർത്തിക അവർക്കൊപ്പം ചേരും. രശ്മി, അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്താണ്? കാരണം ഒരു ഇടനില നിൽക്കുമ്പോൾ ഇത് ഒരു പക്ഷേ ആശാമാരുടെ മാത്രം പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പണം ഏൽപ്പിക്കുകയും ഇത് നിങ്ങൾ ഇവിടെ ചിലവാക്കൂ എന്ന് പറഞ്ഞ് നൽകുകയും ചെയ്യുമ്പോൾ അത് പലപ്പോഴും വക മാറ്റി പലയിടങ്ങളിലേക്കും പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതങ്ങനെ സംഭവിക്കരുത്, ഇതും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരെന്ത് പറയുന്നു? വീണ, ഈ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് ഇന്ന് 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ചൂടൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു 12 മണി 1 മണി സമയമൊക്കെ ആകുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവരിൽ പലർക്കും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. ഇതൊക്കെ സഹിച്ചാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരുതുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയ സമയത്ത് ഈ ആശമാരിൽ പലരും പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാർ നേരിട്ട് പണം നൽകാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകും
ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് ഇതുവരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രമിച്ചത്. പക്ഷേ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും കൃത്യമായി NHMന് പണം കൊടുക്കുന്നു എന്നുള്ളതിന്റെ രേഖകൾ സഹിതം ജനം TV പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം, സുരേഷ് ഗോപി നിരന്തരമായി ഈ സമരവേദിയിലേക്ക് വരുന്നത്, ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ആകെ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. സംസ്ഥാന സർക്കാർ ഈ അവരുടെ തൊട്ടു മുൻപിലാണ്, സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിലാണ് ഈ ആശമാർ, ഇത്രത്തോളം പ്രായമായവർ ഈ തുടർച്ചയായി ഈ സമരം നടത്തുന്നു. അവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഒന്ന് ചർച്ച നടത്താനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും ആരോഗ്യമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ അതിന് ശ്രമിച്ചിട്ടില്ല. ഈ സമരം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തായാലും ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, മരണം വരെ സമരം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ്, ഈ സമരം തുടരുമോ? എങ്ങനെയൊക്കെയാണ്? ഞങ്ങൾക്ക് ശമ്പളം തീർത്ത് കുറവാണ്. ശമ്പളം ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടിക്കിട്ടണം. ഒരു 232 രൂപ കിട്ടിയാണ് ഞങ്ങളുടെ ജീവിത ചെലവ് ഒന്നും ആകത്തില്ല. അപ്പോൾ അത് അല്പം കൂട്ടിക്കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സമരവുമായി മുന്നോട്ട് പോവുകയല്ലേ? തീർച്ചയായിട്ടും 17-ാം തീയതി ഞങ്ങൾ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ കേന്ദ്രം മാത്രമാണ് ഇടപെട്ടത്. സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്കും ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ജനങ്ങളെ സേവിക്കുന്നവരാണ്. ഒരു പാർട്ടിയോ ഒരു നിറമോ ഒരു ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ജനങ്ങളെ നോക്കുന്നത്. അതുപോലെ തന്നെയാണ് പാർട്ടിയെ പറ്റി ഒരു കുറ്റം പറയാനോ അങ്ങനെയുള്ളതിനൊന്നും അല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള വേതനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടി. അത് ഞങ്ങൾക്ക് നേടിയെടുത്തിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഇത് തന്നെയാണെങ്കിലും എത്ര ദിവസം കഴിഞ്ഞാലും ഈ സമരമുഖത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ആശമാർ പറയുന്നുണ്ട്. ഏതായാലും ഇത്രത്തോളം ദിവസമായി, 34 ദിവസം എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതൽ തന്നെയാണ്. ഇത്രയും ദിവസമായിട്ടും ഇവർ ഈ നീതിക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇതിൽ ആകെ ആശ്വാസമായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി കൃത്യമായും അവർ കള്ളം പറയുകയാണ് എന്നുള്ളതും തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇനി ഇവർക്ക് ആശമാർക്ക് ആകെ പ്രതീക്ഷയുള്ളതും കേന്ദ്രത്തിൽ മാത്രമാണ്. വിരമിക്കൽ ആനുകൂല്യമായി അത് തന്നെയല്ലേ അവരുടെ വാക്കുകളിൽ പ്രകടമാകുന്നതും. അതായത് കേന്ദ്രം നേരിട്ട് പണം തരണം എന്ന് അവർ അഭ്യർത്ഥിക്കുന്നതിനർത്ഥം ഈ സംസ്ഥാന സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. അതെ, ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരു കൂട്ടം ആശാവർക്കർമാരാണ് നമ്മളോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കണം. എന്തിനാണ് അവരുടെ ഇടനില? സർക്കാരിൻ്റെ ഇടനില ആവശ്യമില്ല. അതിൽ കേന്ദ്രം നേരിട്ട് പണം നൽകാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താമോ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വെച്ചത്. അവർ പറയുന്നൊരു കാര്യം, കേന്ദ്രം പണം നൽകുന്നുണ്ട്, പക്ഷേ അത് തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എവിടെയാണ് ഈ പണം നഷ്ടപ്പെടുന്നത്? സർക്കാർ അത് വകമാറ്റി ചെലവഴിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. മാത്രമല്ല ഇവർക്ക് 3 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. അത് സമരം ആരംഭിച്ചതിന് ശേഷം ആ കുടിശ്ശിക തന്നു തീർക്കുകയും ചെയ്തു. അപ്പോൾ ആ വളരെ പെട്ടെന്ന് ആ കുടിശ്ശിക തുക അനുവദിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചത് കൊണ്ട് തന്നെയല്ലേ. ഈ സമരം ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സമരം അവസാനിപ്പിക്കാനായി 3 മാസത്തെ കുടിശ്ശികയൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം. ഏതായാലും വളരെ കഷ്ടമാണ് ഈ ആശാവർക്കർമാരുടെ കാര്യം. ഈ 34 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും, അതും ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഇവിടെ സമരം ചെയ്യുന്നത്. അതും ഇവരുടെ ആരോഗ്യമൊക്കെ വളരെ മോശമാണ് എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ഇവർക്ക് ഒരു ഉച്ച സമയം, ഒരു മണി അല്ലെങ്കിൽ 12 മണിയൊക്കെ സമയമാകുമ്പോൾ ഇവർ വളരെ തളർന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം വിളിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ അടിയന്തരമായൊരു ഇടപെടൽ, അതും ഇത്രത്തോളം ദിവസമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് എന്നുള്ളതും ഈ ആശാമാർ പറയുന്നു. കൃഷ്ണരാജ്, സെക്രട്ടേറിയറ്റ് നടയിൽ ആശമാരുടെ സമരം 34 ദിവസമാവുകയാണ്. അപ്പോൾ അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് നേരിട്ട് പണം തരണം എന്നാണ്. വിവരങ്ങൾ നൽകിയത് രശ്മി കാർത്തിക. വീണ്ടും ഇടവേള.
പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത സംഭവത്തിന് പിന്നിൽ ഭാരതമാണ് എന്ന പാകിസ്ഥാന്റെ പ്രസ്താവന തള്ളി വിദേശകാര്യ മന്ത്രാലയം. അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാകിസ്ഥാന് പല ആഭ്യന്തര കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന നടപടി ശരിയല്ല എന്നുള്ള കാര്യം കൈവിട്ട കളിയാണ് പാകിസ്ഥാന്റെ ഈ വാക്ക്. അതായത് നിങ്ങളാണ് കാരണക്കാർ, നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് വിരൽ ചൂണ്ടുമ്പോൾ അതൊരു കൈവിട്ട കളിയാണ് പാകിസ്ഥാൻ. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിൽ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടന, തീവ്ര സംഘടന തന്നെയാണ് പാക് സൈനികരെ അത് വളഞ്ഞതും, ക്ഷമിക്കണം, ബലൂചിസ്ഥാൻ പോരാളികൾ അങ്ങനെയാണ്. അവർ അത് വളഞ്ഞതും അവർ ട്രെയിൻ ആക്രമിച്ചതും സൈനികരെ അടക്കം ബന്ദികളാക്കിയതും കൊന്നതുമൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോഴാണ് ഇന്ത്യയാണ് കാരണക്കാർ എന്ന് പറയുന്നത്. ഗൗതം, പാകിസ്ഥാൻ്റേത് അപകടം പിടിച്ച കളിയോ? കൃഷ്ണരാജ്, ഈ ബലൂചിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിന് ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇസ്ലാമാബാദിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായ നിലയിൽ ഇന്ത്യയുടെ വലിയ പിന്തുണ ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യയും ചേർന്നുകൊണ്ടാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ മുൻനിർത്തി ഈ ട്രെയിൻ തട്ടിക്കൊണ്ടു പോവുകയും ആളുകളെ ബന്ദിയാക്കുകയും പിന്നീട് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തത് എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ആരോപണം. എന്നാൽ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഭാരതം രംഗത്തെത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭീകരവാദത്തെ കയറ്റി അയക്കുന്ന പാരമ്പര്യം ആർക്കാണുള്ളത് എന്നത് സംബന്ധിച്ച് ലോകത്ത് മറ്റു രാജ്യങ്ങൾക്കൊന്നും സംശയമുണ്ടാകില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായി ഭീകരവാദത്തെ കയറ്റി അയക്കുന്നത് പാകിസ്ഥാനാണ്. അത് മറ്റു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത്തരമൊരു പാരമ്പര്യമില്ല. മാത്രമല്ല, പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സ്വയം പരാജയപ്പെടുന്നത്, അതായത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെടുന്ന പാകിസ്ഥാൻ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ അടിസ്ഥാനരഹിതവും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വിവേകത്തെ ചോദ്യം ചെയ്യുന്നതുമായ പ്രസ്താവനയാണ് പാകിസ്ഥാൻ ഈ ബലൂച്ച് വിഷയത്തിൽ നടത്തുന്നത് എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടി. എന്തായാലും ശക്തമായ ഭാഷയിൽ ഭാരതം അതിന് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാരണം 1948 മുതൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് വയ്ക്കുകയും അവിടെ നിന്നും തങ്ങൾക്ക് മോചനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പതിറ്റാണ്ടുകളായി പ്രതിഷേധവും സമരവും നടക്കുകയാണ്. പിന്നീട് അത് ഒരു അക്രമത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നതിൽ പോലും പാകിസ്ഥാന് വലിയ തോതിൽ പങ്കുണ്ട്. കാരണം 2007 ബലൂചിസ്ഥാൻ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പല പ്രധാനപ്പെട്ട നേതാക്കളെയും പർവേസ് മുഷറഫിൻ്റെയൊക്കെ ഭരണകാലത്ത് വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി കൂടുതൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റുകയും അവരുടെ മജീദ് ബ്രിഗേഡ് എന്ന പ്രത്യേക ചാവേർ വിഭാഗം രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ പാകിസ്ഥാൻ ഭരണകൂടം, പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള നേതാക്കൾ ബലൂചിസ്ഥാന് മേൽ നടത്തുന്ന വലിയ തോതിലുള്ള ക്രൂരതകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. അതിനാൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാണത്. അതിപ്പോൾ ഇന്ത്യയുടെ തലയിലേക്ക് മെല്ലെ മെല്ലെ ചേർത്ത് വെക്കാനുള്ള ശ്രമത്തെയാണ് ഭാരതം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ തന്നെ തടയുന്നത്. കൃഷ്ണരാജ്, ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നു. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട, ഇന്ത്യയാണ് അതിന് പിന്നിലെന്ന പാകിസ്ഥാന്റെ ആരോപണം അസംബന്ധമാണ്. കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ പാർട്ടികൾ എടുക്കുന്ന ഓരോ നിലപാടുകളും അവരുടെ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിലപാടുകളാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ എല്ലാ കാലവും കരുതി പോരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കാൻ UDF ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ ഇഫ്താർ സംഗമത്തിലാണ് VD സതീശൻ, K മുരളീധരൻ, MM ഹസൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തത്.
അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളും. അനഘ, അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുക കൂടിയാണ്. തീർച്ചയായും വീണ കൃഷ്ണരാജ്, ഈ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും UDFിനോടൊരു അടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല UDF നേതാക്കൾ അടക്കം പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുമെങ്കിലും രഹസ്യമായി തന്നെ അവരുമായി ഒരു ചങ്ങാത്തം എല്ലാ കാലത്തും UDFന് ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്നത്. മാത്രമല്ല പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇഫ്താർ വിരുന്നിൽ ഇത്തരത്തിൽ ഈ UDFിലെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്ത വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കാനും ചങ്ങാത്തം സൃഷ്ടിക്കാനും ഒക്കെയുള്ള ഒരു നീക്കം UDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിൽ അതിശയപ്പെടാനില്ല. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPMനും ഇത്തരത്തിൽ ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞവരായിരുന്നു ഇടതുപക്ഷം. പക്ഷെ അവരും ജമാഅത്തെ ഇസ്ലാമിയോട് അടുക്കുന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മാത്രം അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിലാണ്. മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തങ്ങൾ ഇടതുപക്ഷത്തിനും UDFിനും ഒക്കെ തന്നെ കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. 2019 LDFനാണ് പിന്തുണ നൽകിയിരുന്നെങ്കിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ UDFന് കൃത്യമായ ഒരു പിന്തുണ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പലവട്ടം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDFിലെ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നിരുന്നില്ല. ഇതൊക്കെ കാണിക്കുന്നത് കൃത്യമായി തന്നെ അതായത് ഒരു ഇസ്ലാം രാഷ്ട്രം, ഒരു മതരാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ തീവ്ര ആശയത്തിന്റെ വക്താക്കളാണ്. അവരുമായി പോലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ചങ്ങാത്തം കൂടാൻ UDFനും ഇടതുപക്ഷത്തിനും ഒരു മടിയുമില്ലെന്നാണ് ഈ സമീപ കാലഘട്ടത്തിൽ നടന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന ഇതാണ് ഈ UDFിലെ നേതാക്കളൊക്കെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതും മാത്രമല്ല അവരുമായി ഇതുവരെ രഹസ്യമായി അവരോട് ചങ്ങാത്തം കൂടിയിരുന്നെങ്കിൽ ഇനി അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഇതിന് വേണ്ട, പരസ്യമായി തന്നെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുക്കുകയാണ് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വീണ. ശരി അനഘ. വലിയ ഒരു വാർത്തയാണ് വന്നത്. ഇഫ്താർ സംഗമത്തിൽ വലിയ നിലപാട് പറയുന്ന VD സതീശൻ അടക്കം പോയി ഇരിക്കുന്നു എന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ രൂപീകരിച്ച ജനജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ഉത്തരവ്. നേരത്തെ ഉണ്ടായിരുന്ന ജനജാഗ്രതാ സമിതികൾ പുതിയതായി രൂപീകരിച്ച പ്രാദേശിക സമിതികളെയും സംയോജിപ്പിച്ചാണ് ജനജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നത്. തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ മുതൽ കർഷകരടക്കമുള്ള 16 പേരാണ് സമിതിയിലുണ്ടാവുക. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ വാർത്തയിൽ തന്നെ വ്യക്തമാണല്ലോ, അതായത് ജനജാഗ്രതാ സമിതികൾ ഉണ്ടായിരുന്നു മുൻപ് എപ്പോഴോ, അതിപ്പോൾ ഇല്ല. മനുഷ്യ വന്യമൃഗ സംഘർഷം ഏറ്റവും സജീവമായിരിക്കുന്ന കാലമാണിത്. ജനവാസ മേഖലകളിൽ ആനയും പുലിയും കരടിയും കടുവയും ഒക്കെ ഇറങ്ങി പതിവായി നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇവിടെ ജനജാഗ്രതാ സമിതികൾ സർക്കാർ ഉണ്ടാക്കിയത് നിലവിലില്ല എന്ന് വ്യക്തമാണ്. പുതിയ കുറച്ച് സമിതികൾ ഉണ്ടാക്കി രണ്ടും കൂടി ചേർത്ത്, അതായത് പഴയതും പുതിയതും ചേർത്ത് തുടങ്ങാമെന്ന് അല്ലേ? കൃഷ്ണരാജ്, ഈ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന സമിതികൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പുതിയ സമിതി രൂപീകരിക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത്. 2017 ആദ്യമായി ജനജാഗ്രതാ സമിതി, പ്രത്യേകിച്ച് അന്ന് ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും കൂടുതൽ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലൊരു ജനജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷന്മാർ മുതൽ കർഷകരും സന്നദ്ധ സേവാ പ്രവർത്തകരും അടക്കമുള്ള സംഘടനാ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അങ്ങനെ വിപുലമായ ഒരു സമിതിയായിരുന്നു അന്ന് രൂപീകരിച്ചിരുന്നത്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ മേഖലകളിൽ വനംവകുപ്പിന്റെയൊക്കെ ജനകീയ മുഖമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ കൂടുതൽ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഈ സമിതിയുടെ രൂപീകരണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹോണറേറിയം അടക്കം നൽകിക്കൊണ്ടായിരുന്നു ഈ സമിതികൾ രൂപീകരിച്ചത്. ആ 280ഓളം സമിതികൾ സംസ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിലും കാര്യക്ഷമമായ രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയുകയോ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പിന്നീട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാവുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമൊക്കെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പോലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായത്. അങ്ങനെ 2017 രൂപീകരിച്ച ഈ ജനജാഗ്രതാ സമിതി ഏതാണ്ട്
പ്രയോജനകരമല്ലാതെ പോകുകയും അത് സർക്കാരിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടാണ് 2024 വീണ്ടും സർക്കാർ ഇങ്ങനെ കുറച്ച് സമിതികളൊക്കെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമിതികളുടെ ഒരു ഘടന എന്ന് പറയുന്നത് 4ഓളം സമിതികളാണ് സംസ്ഥാനത്തെ വിവിധ തലങ്ങളിലായി രൂപീകരിച്ചത്. അതിൽ ഒന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല സമിതി, പിന്നീട് സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണ സമിതി, ജില്ലാതല നിയന്ത്രണ സമിതി, പ്രാദേശിക തല ജാഗ്രതാ സമിതി എന്നിവയായിരുന്നു രൂപീകരിച്ചത്. ഈ 9 അംഗ പ്രാദേശിക തല സമിതിയിൽ തദ്ദേശ സ്വയംഭരണ ബോർഡിന്റെ തദ്ദേശ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും ഉപാധ്യക്ഷനും ഒക്കെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരുമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉദ്യോഗസ്ഥരുമായിരുന്നു. ഈ സമിതികൾ 2024 മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ ഉള്ള ഈ ജാഗ്രതാ സമിതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് പ്രതിരോധിക്കുക, അതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുക, ഉത്തരവുകളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ടും സംസ്ഥാനത്ത് വലിയ രീതിയിൽ 2024 മാർച്ചിൽ രൂപീകരിച്ചിട്ടും 2024 അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇപ്പോൾ 2025 ആദ്യമായപ്പോഴേക്കും വീണ്ടും വലിയ രീതിയിൽ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ പ്രാദേശിക തല ജാഗ്രതാ സമിതിയെയും പഴയ ജനജാഗ്രതാ സമിതികളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുനഃസംഘടിപ്പിച്ച ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയി എന്നുള്ളത്. പ്രജിത് മോഹൻ, നമുക്ക് പുത്തൻപുലരി 1 മണിക്കൂറാകുന്നു. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ എന്തോ സംഭവിച്ചു? കൂടുതൽ വാർത്തകൾ വന്നു. എന്താണ് പ്രധാന വാർത്തകളെന്ന് ഒരിക്കൽ കൂടി? കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് പിടിയിൽ. ലഹരിക്കെതിരെ നടപടികൾ ഊർജിതമാക്കാൻ എക്സൈസ് വകുപ്പ്. ഒരാഴ്ചക്കിടെ വാഹന പരിശോധനകളിൽ മാത്രം പിടികൂടിയത് 1.9 കോടിയുടെ മയക്കുമരുന്ന്. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയെന്ന് സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ. കോഴിക്കോട്ടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയ ടീച്ചർ ജനം ടിവിയോട്. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ദൗത്യം ഫ്ലോറിഡയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4:33. പേടകത്തിൽ 4 ബഹിരാകാശ യാത്രികർ. ലക്ഷ്യം സുനിത വില്യംസിനെയും ബസ് വിൽമോറിനെയും തിരികെ എത്തിക്കൽ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിയമന അട്ടിമറി. PSCക്ക് വിടണമെന്ന ഗവേണിംഗ് കൗൺസിൽ തീരുമാനത്തിന് പുല്ലുവില. വിവരാവകാശ രേഖയുമായി ജനം എക്സ്ക്ലൂസീവ്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് മാർച്ച് 31 ശേഷം റേഷൻ ഇല്ല. സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. സംസ്ഥാനത്ത് ഉയർന്ന താപനില. വടക്കൻ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അൾട്രാവയലറ്റ് പതിക്കുന്നതിനാൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. വനിതാ ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ ഇറങ്ങുന്നത് കരുത്തരായ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും. മലയാളി താരങ്ങളായ മിന്നുമണിയും സജന സജീവനും നേർക്കുനേർ. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നലെ തുറന്നിരുന്നു. നമ്മളിന്ന് പുത്തൻപുള്ളിയുടെ ആദ്യ 15-20 മിനിറ്റ് നമ്മൾ അത് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഭക്തജനത്തിന് കയറുന്നു എന്ന വാർത്തയാണ്. ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ദർശനം ആരംഭിച്ചു. സന്നിധാനത്ത് മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നു. ഇന്നലെ മുതലാണ് പുതിയ മാറ്റങ്ങളോടെ ദർശന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്നലെ ഭക്തർ നേരിട്ടുള്ള ദർശനം നടത്തിയിരുന്നുവെങ്കിലും ഇന്ന് തിരക്ക് കൂടിയതോടെ പഴയ രീതി കൂടി ഉപയോഗിക്കേണ്ടി വന്നു. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേർന്നു. മനോജ്, നമ്മൾ രാവിലെ പറഞ്ഞതാണ് ഇക്കാര്യം. അതായത് ഭക്തർ കൂടിയാൽ, ഭക്തരുടെ എണ്ണം കൂടിയാൽ, തിരക്കേറിയാൽ എന്ത് സംഭവിക്കും? അതിന് ഉത്തരം ഇന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. കാരണം നേരിട്ട് ദർശനം നടത്താം, ഒപ്പം ഫ്ലൈ ഓവർ വഴി. അപ്പോൾ ശരിക്കും ആ പരീക്ഷണം വിജയകരമായില്ല എന്നതാണ്. അതൊരു നല്ല
തീരുമാനമായിരുന്നു എന്നതിൽ അപ്പോഴും സംശയമൊന്നുമില്ല. കാരണം 18-ാം പടി കയറി പിന്നെയും ക്യൂ നിന്ന് കുഞ്ഞുങ്ങളുമായി അമ്മമാർ ഒക്കെയും ഭിന്നശേഷിക്കാരടക്കം ചിലപ്പോഴൊക്കെ അവരെ നേരിട്ട് കടത്തി വിടാറുണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ ഫ്ലൈ ഓവറിൽ എത്ര മണിക്കൂറുകൾ നിൽക്കണമെന്നറിയോ, എന്നിട്ടാണ് ദർശനം സാധ്യമാവുക. അപ്പോൾ ഈ പരീക്ഷണം തുടക്കത്തിൽ തന്നെ പാളി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, എങ്കിലും എന്തോ അപാകതയുണ്ട്. രണ്ടും കൂടിച്ചേർന്ന് നടത്താമെന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നു, അങ്ങനെയല്ലേ? തീർച്ചയായും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും തിരക്ക് വർദ്ധിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സമയതാമസം ഉണ്ടെങ്കിൽ ഈ മേൽപ്പാലം കൂടെ ഉപയോഗിക്കുമെന്നുള്ളത്. എന്തായാലും ആ മേൽപ്പാലം കൂടെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുവഴി ഭക്തജനങ്ങളെ കടത്തിവിടുന്നുണ്ട്. ഭക്തർ അങ്ങനെ സോപാനത്തിൻ്റെ അരികിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ മുന്നിലൂടെയുള്ള ദർശനവും ഉണ്ട്. കഴിഞ്ഞ ദിവസം തിരക്ക് അധികമില്ലാതിരുന്നതിനാൽ തന്നെ മുഴുവനും മുന്നിലൂടെ തന്നെയായിരുന്നു, അതായത് ഈ ബലിക്കൽപുര വഴി തന്നെയായിരുന്നു ഭക്തജനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ രണ്ട് രീതിയിലും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഇന്ന് ഇത്തരത്തിലൊരു മേൽപ്പാലം വഴി ഭക്തരെ കടത്തിവിടുന്നത് കൂടുതൽ പേർക്കും ദർശനം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. കാരണം തിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള സമയതാമസം ഉണ്ടാകും. എന്തായാലും ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എല്ലാ രീതിയും പരിശോധിക്കുന്നത്. ഇതിലേതാണോ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ സാധ്യമാകുന്നത് അത് ഇനി വരുന്ന മാസങ്ങളിൽ അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം മാസപൂജയാണ്. മാസപൂജയിൽ ഈ ഒരു തിരക്കിൽ ഇങ്ങനെ ദർശനം ആണെങ്കിൽ, അതായത് മുന്നിലൂടെയും അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴിയും കയറ്റേണ്ടി വരുന്നെങ്കിൽ ഇനി മണ്ഡലകാലത്തേക്ക് എത്തുമ്പോൾ അതിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമായി വരും. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബലിക്കൽപുരയിൽ ഭക്തജനങ്ങൾ അങ്ങനെ അയ്യപ്പ ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അകത്തേക്ക് കയറുവാൻ വേണ്ടി. ഈ അകത്തേക്ക് കയറുന്നവർ അത്രയധികം വേഗതയിൽ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ ദർശനം പൂർണ്ണമായും ഈ സാധ്യമാകുക. അതായത് ഇവർക്കൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ പറഞ്ഞത് ഈ മുന്നിലൂടെ എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ദർശനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് കൂടുതൽ പേരും പ്രാധാന്യം നൽകുക. അപ്പോൾ മുന്നോട്ട് കയറുവാൻ വേണ്ടിയാണ് പലരും നോക്കുന്നത്. അപ്പോൾ ഈ വശത്തുകൂടെ മാത്രം, അതായത് മുന്നിലൂടെ മാത്രം കയറ്റി വിടാൻ പോലീസ് ഉദ്യോഗസ്ഥരും അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ ഫ്ലൈ ഓവർ വഴിയും ഭക്തരെ കയറ്റി വിടണമെന്നുള്ളതാണ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അമ്മമാരൊക്കെ മുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് വിടുകയാണ് അവരൊക്കെ തന്നെ അങ്ങനെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദർശനത്തിന് വേണ്ടി വന്നത് പൊടി കുഞ്ഞുണ്ടെന്ന് ചോറെടുക്കാൻ വന്നേ കൊച്ചിനെ. അപ്പോൾ അവരൊക്കെ കൂടെ വന്നവർ മുന്നിലൂടെയും അതോടൊപ്പം അവരൊക്കെ ഈ ഫ്ലൈ ഓവർ വഴിയും കയറുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ മുന്നിലൂടെ കാണുമ്പോൾ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഈ ബലിക്കൽപുരയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി അതിനുശേഷം ഈ തിരക്ക് പൂർണ്ണമായും മാറിയതിനു ശേഷമാണ് അടുത്ത പുറകെ എത്തുന്ന ഭക്തരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുക. എന്തായാലും ഫ്ലൈ ഓവർ വഴി വരുന്ന ഭക്തരിൽ ഒരു വശത്തുകൂടെ വരുന്നവർ അവരും മുന്നിലൂടെ എത്തി ദർശനം നടത്തുന്നുണ്ട്. ഇനി എല്ലാ രീതിയിലുമുള്ള ഈ ഒരു പരീക്ഷണം അത് ഈ മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ഈ മുന്നിലൂടെ കയറുന്ന ഈ ഭക്തരും എല്ലാ രീതിയിലുമുള്ള ഈ ഒരു പരീക്ഷണം അത് വിജയകരമാകുമോ എന്നുള്ള ഒരു കാര്യം അത് കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചപ്പോൾ അധികൃതർ മറുപടി പറഞ്ഞത് എല്ലാ രീതിയിലും പരീക്ഷിക്കും, അതോടൊപ്പം തന്നെ ഏതാണോ പ്രായോഗികമാകുന്നത് ആ രീതിയിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ അത് തന്നെയാണ് രാവിലെ മുതൽ കാണുന്നത്. പരിഷ്കാരങ്ങൾ വരുമ്പോൾ, അതായത് മുന്നിലൂടെ എത്തുന്നവർക്ക് അവിടെ കാണിക്ക വഞ്ചിയൊക്കെ സ്ഥാപിച്ച് രണ്ട് പാതയൊക്കെ തിരിച്ച് അങ്ങനെ ദർശനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തിരക്ക് കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായാണ് ഈ മേൽപ്പാലവും കൂടെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. എന്തായാലും ഇനിയും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്തുമ്പോൾ ഇത്തരത്തിൽ തന്നെയായിരിക്കും മേൽപ്പാലം ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മേൽപ്പാലം ഒഴിവാക്കിക്കൊണ്ട് മുന്നിലൂടെയുള്ള ദർശനം മാത്രം സാധ്യമാവുകയില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ തിരക്കിലൂടെ തന്നെ മനസ്സിലാക്കാം. കാരണം
ഈ നിയന്ത്രണം, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി നിയന്ത്രിച്ച് മുന്നിലൂടെ കയറ്റിയാലും ഒറ്റ വാതിലാണ്. ആ ബലിക്കൽപുരയിൽ അവിടെ നിന്നും ഒരു വാതിലാണ്. അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ മുന്നിലോട്ട് നീങ്ങിയാൽ മാത്രമേ അടുത്ത പുറകിൽ നിന്നെത്തുന്ന 18-ാം പടി കയറി എത്തുന്ന ഭക്തജനങ്ങൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 18-ാം പടിക്ക് താഴെ നിരവധി ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആ തിരക്ക് ഒഴിവാക്കാനാണ് ഈ മേൽപ്പാലത്തിലൂടെ ഭക്തരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുന്നിലൂടെ മാത്രമല്ല ഇനിയും ഈ വരി കൂടുതലാക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തരങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി. ഈ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു 4 മീറ്റർ കഴിഞ്ഞ് ഉള്ളിലേക്ക് ദർശനമാണ്. എന്തായാലും അവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് മുന്നിലൂടെ ദർശനം നടത്തുന്നത്. മുന്നിലൂടെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മുന്നിലൂടെ കയറുന്നത്. ഈ ഒരു തിരക്ക് കുറച്ച് നേരമായോ വന്നിട്ട്? കുറച്ച് സമയമായിട്ടില്ല, വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്ക് കാണുന്നില്ല. മാസപൂജയായതുകൊണ്ട് ഇന്നലെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു, ഇന്ന് വലിയൊരു തിരക്ക് കാണുന്നില്ല. എന്തായാലും മണ്ഡലകാലമാകുമ്പോൾ കൂടുതൽ തിരക്ക് വരും. അപ്പോൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറുക എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേൽപ്പാലം വഴിയും ഈ ഭക്തജനങ്ങളെ കടത്തി വിടുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. കാരണം എല്ലാ വശവും പരിശോധിച്ചാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഈ സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഓരോ മാസപൂജയ്ക്കും തിരക്ക് അനുഭവപ്പെടുന്നത്, അതായത് ഈ കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപുള്ള മാസപൂജയ്ക്കൊക്കെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒരുപാട് പേർ ഇവിടേക്ക് എത്തി. അന്നൊക്കെ നമ്മൾ ഇവിടെ അവരുടെ പ്രതികരണമൊക്കെ എടുത്തിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബലിക്കൽപുരയുടെ ഈ ഒരു വശത്താണ്. അവിടെയാണ് ഭക്തജനങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. ഉള്ളിൽ മറ്റ് പൂജകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദർശന ക്രമീകരണം അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള മറുപടി ഭക്തർക്ക് വേണ്ട, അതായത് എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം ഉറപ്പാക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ എത്തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് കൂടെ പോകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൽകുകയായിരുന്നു എം മനോജ്. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് വ്ലോഗർ മരിച്ചു. വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല വീട്ടിൽ ജുനൈദാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേർന്നു. ശിവദാസ്, എന്തായിരുന്നു സംഭവിച്ചത്? വൈകിട്ട് ഏകദേശം 6:30 അപകടം ഉണ്ടായത്. മഞ്ചേരിയിലെ തൃക്കലങ്ങോട് എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ബ്ലോഗറായ ജുനൈദാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിൽ ബൈക്ക് തട്ടി മറിഞ്ഞതെന്നാണ് പ്രാഥമികമായ നിഗമനം. പിന്നീട് റോഡരികിൽ രക്തം വാർന്ന് കിടക്കുന്ന നിലയിൽ ബസ് ജീവനക്കാരാണ് ജുനൈദിനെ കണ്ടത്. പിന്നീട് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ജുനൈദിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ രാത്രിയോടെയാണ് ജീവൻ നഷ്ടമായത്. വ്ളോഗർ കൂടിയാണ് വഴിക്കടവ് സ്വദേശിയായ ചോയ്ത്തല ജുനൈദ്. 32 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 1 ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ വെച്ച് ആണ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിക്കുന്നതായിരുന്നു കേസ്. വിദേശത്തായിരുന്നു ജുനൈദ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടിൽ എത്തിയതായിരുന്നു കൃഷ്ണരാജ്. വിശ്വാസം പറഞ്ഞ പോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇത് ബൈക്ക് അപകടത്തിലുണ്ടായ മരണം തന്നെ എന്ന ഒറ്റ നിഗമനത്തിലാണോ പോലീസ്? ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഇത് ഏകദേശം ഒരു രാത്രിയോടെ ആയിരുന്നു, അത് സന്ധ്യാസമയം ആയിരുന്നു. മാത്രമല്ല ഈ സമയത്ത് വാഹനങ്ങൾ കുറവായിരുന്നു. കാരണം റംസാൻ മാസം കൂടി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ വാഹനങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിട്ടില്ല. എന്തായാലും മൺകൂന ഈ ഭാഗത്തൊരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മൺകൂന ഉണ്ടായിരുന്നു. ഈ മൺകൂനയ്ക്ക് തൊട്ട് സമീപത്താണ് ഈ ബൈക്ക് മറിഞ്ഞു കിടന്നത്. ആ ബൈക്കിനോട് ചേർന്നാണ് ജുനൈദ് വീണ് കിടക്കുന്നതായി കണ്ടത്. തലയ്ക്ക് പുറകിലാണ് ഇത്തരത്തിൽ ഒരു പരിക്കുണ്ടായിരുന്നത്. ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിരുന്നത്. ചോര രക്തം വാർന്ന നിലയിൽ ആയിരുന്നു കിടന്നത്. സ്വാഭാവികമായും ഇത് മൺകൂനയിൽ തട്ടിയുള്ള മരണമാണെന്നാണ് പോലീസ് പറയുന്നത്, പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള
ദുരൂഹത ഉണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം നിലവിൽ ജുനൈദ് ഒരു കേസിൽ പ്രതി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായി പോലീസ് പറയുന്നത് മൺകുനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞതായിരിക്കാം കാരണം എന്നാണ് കൃഷ്ണരാജ്. വ്ലോഗർ ജുനൈദ് മരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചകൾ വിജയകരമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അതേസമയം യുക്രൈൻ സൈന്യത്തെ പൂർണ്ണമായും റഷ്യൻ സേന വലയം ചെയ്തിരിക്കുകയുമാണ്. അവരുടെ ജീവൻ ആപത്തുണ്ടായാൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരിക്കും. അത്തരം ദൗർഭാഗ്യകരമായ സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പുടിനോട് അഭ്യർത്ഥിച്ചതായും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഐസൺ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൺ, അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ സമാധാനത്തിലേക്കുള്ള വഴികൾ എന്ന് എങ്ങനെയാണ് ട്രംപിന് പറയാൻ കഴിയുന്നത്? വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ വിജയകരമെന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? വീണ, തീർച്ചയായും പുടിനുമായി നടന്ന ചർച്ചകൾ വിജയകരമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ വെടിനിർത്തൽ ധാരണയെ തത്വത്തിൽ അംഗീകരിക്കാമെന്ന നിലപാട് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നൊരു വസ്തുതയാണ്. പുടിൻ്റെ ഒരു സന്ദർശനത്തിന് ശേഷം സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യ സന്ദർശിച്ചതിന് ശേഷം പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്, വാർത്താമാധ്യമങ്ങളിലെല്ലാം തന്നെ അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വന്നതുമാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഈ വെടിനിർത്തൽ സാങ്കേതികമായി അല്ലെങ്കിൽ ഒരു ഇൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ്. തത്വത്തിൽ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ വെടിനിർത്തലിലേക്കുള്ള ഒരു അനുകൂല നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണമെന്നൊരു കണ്ടീഷൻ, ഉപാധികളോടെയാണ് ഈ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഉപാധികളോടെ ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, കർസ് റീജിയനിലെല്ലാം തന്നെ യുക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള മിലിറ്ററി നീക്കങ്ങളെല്ലാം തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്ന് അനുബന്ധമായി ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ അതിന് തയ്യാറായിട്ടുണ്ട്, വെടിനിർത്തലിന് തയ്യാറാണ് എന്ന നിലപാട് അറിയിക്കുന്നതിന് പിന്നാലെയാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങളെല്ലാം ഇക്കാര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും റഷ്യ അതിന് തയ്യാറാണ് എന്ന് നേരത്തെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ചില ഉപാധികൾ വെച്ചിരുന്നു. അത്തരം ഉപാധികൾ വെച്ചുകൊണ്ടുള്ളൊരു നീക്കം നടക്കുമ്പോൾ ആ ഉപാധികൾ അംഗീകരിക്കാനുള്ളൊരു നിർദ്ദേശം പരോക്ഷമായി തന്നെ യുക്രൈന് നൽകുക കൂടിയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉപാധികൾ അംഗീകരിക്കുന്ന പക്ഷം വെടിനിർത്തൽ സാധ്യമാവുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ വിശദമായ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ളൊരു സൈനിക വിന്യാസം പല മേഖലകളിലും, ഈ കർസ് മേഖലകളിലെല്ലാം തന്നെ വൻതോതിലൊരു സൈനിക വിന്യാസം റഷ്യ നടത്തിയിട്ടുണ്ട്. ഈ റഷ്യ സൈനിക വിന്യാസം നടത്തിയത് യുക്രൈൻ സേനയെ പലയിടങ്ങളിലും വളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ തന്നെ പറഞ്ഞത്. അദ്ദേഹം ട്രൂത്തിൽ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്തിൽ നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വൻതോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിയായത് മാറുകയും ചെയ്യുമെന്ന ഒരു നിലപാടാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്നൊരു നിലപാടും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുകൊണ്ട് തന്നെ വെടിനിർത്തലിനെ തത്വത്തിൽ തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു, വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈനും പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്ന നീക്കങ്ങൾ. മറ്റൊരു സുപ്രധാന സംഭവവികാസം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്, ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഈ കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായും ഈ കാര്യം ഫോണിൽ സംസാരിക്കുകയും വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടുപേരും നിർദ്ദേശിച്ചിട്ടുള്ളതും, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് വെടിനിർത്തലിലേക്ക് നീങ്ങണം എന്ന ഒരു ആവശ്യം തന്നെയാണ്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ 3ാം വാർഷികത്തിൽ യുക്രൈനിലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കെയർ സ്റ്റാമറും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണും നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. യൂറോപ്പിലെ 18ഓളം രാജ്യങ്ങൾ യുക്രൈനെ കൃത്യമായി പിന്തുണ അറിയിച്ച് മുന്നോട്ട് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാകുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരേ സമയം പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ച് തന്നെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പല വഴിക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ യുക്രൈൻ സേനയെ ഒന്നാകെ വളഞ്ഞിരിക്കുകയാണല്ലോ റഷ്യൻ സേന. ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിച്ചാലും അല്ലെങ്കിൽ വെടിനിർത്തൽ വന്നാലും മാനസികമായൊരു ആധിപത്യം ഞങ്ങൾക്കായിരുന്നു എന്ന് തെളിയിക്കാനോ റഷ്യയുടെ ശ്രമം?
കൃഷ്ണരാജ്, ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില മേഖലകളിൽ, അതായത് യുക്രൈൻ പിടിച്ചെടുത്ത ചില മേഖലകളുണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ തർക്കമില്ലാത്ത എന്നാൽ യുക്രൈൻ്റെ കൈവശമെത്തിയ ചില മേഖലകളിൽ, കർസ്ക് റീജിയനിൽ ചില നഗരങ്ങളെല്ലാം തന്നെ അത്തരത്തിലുണ്ട്. അത്തരത്തിലുള്ള നഗരങ്ങളെ തിരിച്ചു പിടിക്കുക, ഒരു നഗരം തിരിച്ചു പിടിച്ചിരുന്നു, അത്തരത്തിലുള്ള നഗരങ്ങളെ തിരിച്ചു പിടിക്കുകയും തങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മേഖലകളിൽ നിന്നും മേഖലകളിലേക്ക് വീണ്ടും അധികാരം നിയന്ത്രണവും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന നീക്കമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരമൊരു നീക്കം അവരുടെ അതിർത്തിക്കുള്ളിൽ നിന്നും തന്നെ, അതായത് നേരത്തെ അവരുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്ന, റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങളെ നിയന്ത്രണ വിധേയമാക്കുക, അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത്, അതായത് 3 വർഷം മുമ്പ് തർക്കം ആരംഭിക്കുന്നത് തന്നെ യുക്രൈനെ നാറ്റോ അംഗത്വവും യൂറോപ്യൻ യൂണിയൻ അംഗത്വവും, ഇത് രണ്ടും ഒരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ കൂടി നാറ്റോ അംഗത്വത്തിലെത്തുമ്പോൾ ഈ റഷ്യയെ അനുകൂലിക്കുന്ന 2 പ്രവിശ്യകളുണ്ട് യുക്രൈനിൽ. ആ 2 പ്രവിശ്യകളിൽ യുക്രൈനിലെ മേഖലകളിൽ റൂബിളാണ് നാണയമെന്നതാണ് ഏറെ ഗൗരവം. അതുപോലെ റഷ്യയുമായാണ് പൂർണ്ണ വിധേയത്വം, ഒരു റഷ്യൻ എത്നിക് കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അത്തരത്തിലുള്ള മേഖലകളുടെ നിയന്ത്രണം സംബന്ധിച്ച്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നായിരുന്നു പുടിൻ്റെ ആവശ്യം. ആ പ്രശ്നമാണ് ഈ യുദ്ധത്തിലേക്ക് എത്തിയത്. അക്കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നാണ് പുടിൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ സ്വന്തം നിയന്ത്രണം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലേക്ക് യുക്രൈൻ കടന്നു കയറിയ പ്രദേശങ്ങളിൽ നിന്നും അവരെ പിന്നോട്ട് പോകാൻ നിർബന്ധിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സൈനിക വിന്യാസത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കർസ്ക് റീജിയനിലെല്ലാം തന്നെ നേരത്തെ വന്നിരുന്ന വിവരങ്ങളനുസരിച്ച് ഉത്തര കൊറിയൻ സേനയുടെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ലാൻഡ് മൈനുകളെല്ലാം തന്നെ നൽകുന്നതിന് ജോ ബൈഡൻ തീരുമാനമെടുക്കുകയും ഒരു എക്സ്പയറി ഡേറ്റുള്ള ലാൻഡ് മൈനുകൾ, അതായത് കരവഴി കടന്നു കയറാതിരിക്കുന്നതിന് മൈൻ പ്ലാന്റിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള പരിഗണനയെല്ലാം നൽകിയത്. എന്നാൽ ഈ അഗ്രിമെൻറ്റുകളെല്ലാം തന്നെ, ഈ ധാരണകളെല്ലാം തന്നെ ട്രംപ് അധികാരത്തിൽ വന്ന് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ സൈനിക സഹകരണം ഇല്ലാതാക്കിയ സാഹചര്യത്തിൽ ഇതെല്ലാം നിലച്ചിരിക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേരുമ്പോഴാണ് അപകടകരമായൊരു നീക്കം റഷ്യ നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല റഷ്യയുടെ വ്യോമസേനയും അതുപോലെ തന്നെ സംവിധാനങ്ങളെല്ലാം തന്നെ അതിശക്തമായി യുക്രൈനെ ആക്രമിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സംഘർഷ സാധ്യത, അതായത് മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ 2 സൈന്യങ്ങളും 2 സൈനിക വിഭാഗങ്ങളും നേർക്കുനേർ വരുന്നൊരു സാഹചര്യം പരമാവധി ഒഴിവാക്കുക എന്നൊരു അനിവാര്യത കൂടിയുണ്ട് എന്നതിൻ്റെ തിരിച്ചറിവ് കൂടിയാണ് ട്രംപ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലയം ചെയ്തിരിക്കുന്ന സേനകളെ പിൻവലിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും കൃത്യമായ സൂചന തന്നെയാണ് ട്രംപ് അതുകൊണ്ട് നൽകുകയും ചെയ്യുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം പരിസമാപ്തിയിലേക്കോ എന്നൊരു ശുഭകരമായ ചോദ്യം ട്രംപിൻ്റെ മുന്നിലുണ്ട്. അതിനി പുടിൻ, സെലൻസ്കി ഈ 2 പേർ ചേർന്ന് കൂടി തീരുമാനിക്കണം. എവിടെ യുക്രൈൻ സേനയെ വളഞ്ഞിട്ടുണ്ട് റഷ്യൻ സേന, അതായത് അത് വലിയൊരു അപകടത്തിന്റെ സൂചനയുമാണ്. പക്ഷെ മറുവശത്ത് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചകളിൽ തീരുമാനം പലതും വരുന്നുണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കണം. അത് എത്രത്തോളം പ്രാവർത്തികമാകും, അതിനിടയിൽ തീരുമാനങ്ങൾ മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക പക്ഷേ അപ്പോൾ നിലനിൽക്കുമെങ്കിലും ശുഭസൂചകമായി തന്നെ കാണാം. 2 പേരും പൊട്ടിത്തെറിക്കുന്ന നേതാക്കളാണ് എന്ന കാര്യം ഓർക്കണം. അതായത് സെലൻസ്കി ആകട്ടെ പുടിനാകട്ടെ. വേനൽ കടുത്തതോടെ വറുതിയിലായി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. കോഴിക്കോട്ടെ പ്രധാന മത്സ്യബന്ധന മേഖലയായ പുതിയാപ്പ ഹാർബറിലടക്കം മീൻ ലഭ്യത പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. നിത്യച്ചെലവിനുള്ള മീൻ പോലും കിട്ടാനില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, തൊഴിലാളികൾക്ക് നിത്യച്ചെലവിന് ഉള്ള മീൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗുണഭോക്താക്കൾക്കും കിട്ടുന്നില്ല, മീനിൻ്റെ ലഭ്യത ആകെ കുറഞ്ഞിരിക്കുന്നു എന്നാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ചൂട് കൂടുന്നൊരു സാഹചര്യമാണ്. അത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പലപ്പോഴും കോഴിക്കോട് ഹാർബറിലേക്ക് സംബന്ധിച്ച് അതിരാവിലെ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഈ ബോട്ടുമായൊക്കെ തന്നെ കടലിലേക്ക് ഇറങ്ങുകയും എന്നാൽ ഒരു മീൻ പോലും ലഭിക്കാതെ വെറും കൈയോടെ നിസ്സഹായരായി മടങ്ങി വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കുറേയായി നമുക്ക് ഹാർബറിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഈ ചൂട് കൂടുന്നത് കാരണം ഈ മത്സ്യങ്ങളൊക്കെ തന്നെ തണുപ്പുള്ള ഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഭാഗത്ത് അല്ലെങ്കിൽ ഈ കടപ്പുറത്തൊക്കെ തന്നെ മത്സ്യം ഒട്ടും
മത്സ്യം ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, ഈ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും, കോഴിക്കോട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഈ കർണാടക മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മീൻപിടുത്തക്കാരൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന്, അതും രാത്രികളിലൊക്കെ തന്നെ വന്ന് ലൈറ്റിട്ട് മീൻ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് തടയാൻ ഒരു നടപടിയും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. ദിവസവും അവർക്ക് കൺമുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച അവർ കാണുന്നുണ്ട്. നിറയെ മീനുമായി അവർ രാത്രികാലങ്ങളിൽ എത്തി മീനുമായി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അധികൃതരോടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് വേദനയോടെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നതാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതായത് രാത്രികാലങ്ങളിൽ ലൈറ്റിട്ട് മീൻ പിടിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ളവരുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്തേക്ക്, നമ്മുടെ കേരള തീരത്തേക്കും അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാകണം എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മാത്രമല്ല, ഈ മാർച്ച് മാസം ആരംഭിച്ചത് മുതൽ തന്നെ വെറും കൈയോടെ കടലിലേക്ക് പ്രതീക്ഷയോടെ പോയിട്ടൊടുവിൽ സങ്കടത്തോടെ മടങ്ങി വരുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരുടെ കുടുംബമൊക്കെ തന്നെ ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവർ തന്നെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെയും ഒരു ആവശ്യം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത്, ഇത്തരത്തിൽ ചൂട് കൂടുന്ന സമയത്ത് തണുപ്പുള്ള ഭാഗത്തേക്ക് മത്സ്യങ്ങൾ കൂട്ടത്തോടെ പോകുകയാണ് ചെയ്യുക. പിന്നീട് ചൂട് കുറയുന്ന സമയത്ത് മത്സ്യങ്ങൾ തിരിച്ച് മടങ്ങിയെത്തുന്ന സാഹചര്യവും ഉണ്ട് എന്നതാണ്. അങ്ങനെ ചൂട് കൂടിയ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലും ഉൾക്കടലിലും ഒക്കെ തന്നെ മത്സ്യം ഒട്ടും ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ മത്സ്യം ലഭ്യത കുറഞ്ഞിട്ട് പോലും നമുക്ക് പലപ്പോഴും വലിയ മീനുകൾ ഇവിടെ ഈ പ്രദേശത്തൊക്കെ, കോഴിക്കോട് ഭാഗത്തൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും പലപ്പോഴും ദിവസങ്ങൾ പഴക്കമുള്ള മീന് കെമിക്കലുകൾ ഉപയോഗിച്ച് കൊണ്ടുവരുന്നതാണ്. അതിൽ കൂടി ഒരു പരിശോധന ഇവിടെയുള്ള ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ചൂട് കൂടിയ സാഹചര്യത്തോടു കൂടി മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ ജീവിതമാണ് ഏറെ ദയനീയ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അധികൃതരുടെ ഒരു ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെയും അവിടെയുള്ള പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ ആവശ്യം. കൃഷ്ണരാജ്, വീണ. ചൂട് കൂടുന്നു, മത്സ്യം കിട്ടാനില്ല, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിലാണ്. ഇതിന് പിന്നാലെ ഇനി മഴ വരുമ്പോൾ ആ സമയത്തൊക്കെയും ട്രോളിങ്ങിന് പോകാൻ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകാനുള്ള നിയന്ത്രണങ്ങൾ വരും. അപ്പോഴും അവർക്ക് ഈ വറുതിയുടെ ഒരു പ്രശ്നം, മഴക്കാലം വന്നാൽ കടൽക്ഷോഭം, അത് വേറെ പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം വരാം. ഓക്കെ, മറ്റു വാർത്തകളിലേക്ക് പോകാം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ ലഹരി വേട്ട കേസിൽ പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് കസ്റ്റഡിയിൽ. പുറത്തു നിന്നുള്ള ലഹരി മാഫിയ കോളേജ് വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്നുവെന്ന് പോലീസ് നിഗമനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സംഭവത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലുമായിരുന്നു. അതേസമയം റിമാൻഡിലായ വിദ്യാർത്ഥി ആകാശിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പൂർവ്വ വിദ്യാർത്ഥി പിടിയിലാകുന്നു, അതായത് പുറത്തു നിന്നുള്ളവർ ഈ ഹോസ്റ്റലിൽ ഉണ്ടാകാറുണ്ടായിരുന്നു, അതൊന്ന്. മറ്റൊന്ന്, ഈ ആകാശിനെ വീണ്ടും ചോദ്യം ചെയ്യും, അതായത് കൂടുതൽ കിട്ടാനിരിക്കുന്നു. പോലീസ് കൃത്യമായ സൂചനകളിലൂടെ മുന്നോട്ട് പോകുന്നുവെന്ന് വ്യക്തമല്ലേ? കൃഷ്ണരാജ്, ഏതായാലും ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആഷിഖ് എന്ന ആളെ പിടികൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ ആഷിഖിൻ്റെ പേര് മാത്രമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇവർ കഞ്ചാവ് എത്തിച്ചതോ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷണം നടത്തി വരികയാണ്. നേരത്തെ പിടിയിലായിട്ടുള്ള ആകാശ് എന്ന വിദ്യാർത്ഥി അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഏതായാലും ഇപ്പോൾ ആഷിഖിലേക്ക് അന്വേഷണം എത്തിയത്. എറണാകുളം സ്വദേശിയായിട്ടുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി ആണ് ഈ കഞ്ചാവ് ഇങ്ങോട്ട് എത്തിച്ചിരുന്നത്, ഹോസ്റ്റലിലേക്ക് എത്തിച്ചിരുന്നതും പിന്നെ അവിടെ നിന്നും ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തിയിരുന്നത് എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഏതായാലും ഈ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള
KSU പ്രവർത്തകരായിട്ടുള്ള അനന്തു ആദിൽ എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെയൊക്കെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഏതായാലും ആഷിഖിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റു നടപടികളിലേക്ക് കൂടി ഉടനെ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള ആകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് ഒരുങ്ങുകയാണ്. ഇയാളെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഉടനെ തന്നെ പോലീസ് നൽകുന്നതായിരിക്കും. ഓക്കെ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ ലഹരിവേട്ട കേസിൽ പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് കസ്റ്റഡിയിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയുമാണ്. അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജിലൊരു വാർത്തയിലേക്ക് വരാം. അവിടെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചു. 5 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത്. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് വീണ്ടും ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കെ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്താണ് അപ്പോൾ ഈ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്? കെട്ടിടമാരെ ചെയ്തു ആദ്യമേക്ക് കൊണ്ടുവരികയല്ലേ, വീട്ടിലെ പണിയൊക്കെ PSCക്ക് വിടണം എന്ന് ഗവേണിംഗ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ. എന്നാൽ അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതിനെ നമുക്ക് നിയമന അട്ടിമറി എന്ന് തന്നെ പറയാം. അതായത് ആര് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് PSC ആണെന്ന് ഗവേണിംഗ് കൗൺസിൽ തീരുമാനിക്കുമ്പോൾ, അങ്ങനെ ഒരു ബോഡി അത് തീരുമാനിക്കുമ്പോൾ മറിച്ചാണ്. അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നോർക്കണം. അരുൺ, എന്താണ് വിവരങ്ങൾ? പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമന അട്ടിമറി, അതായത് PSCക്ക് നിയമനങ്ങൾ വിടണമെന്ന ഗവേണിംഗ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അവിടെ പുല്ലുവിലയാണ്. അത് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അതായത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഗവേണിംഗ് കൗൺസിൽ വീണ്ടും ചേരാനിരിക്കുകയാണ്. ഇതിന് മുൻപത്തെ ഗവേണിംഗ് കൗൺസിൽ PSC നിയമനം നടപ്പിലാക്കണമെന്ന തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ്. അത് അട്ടിമറിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഇന്ന് ഗവേണിംഗ് കൗൺസിൽ ചേരുകയാണ്. ഗവേണിംഗ് കൗൺസിൽ എന്ത് നിലപാടെടുക്കും? അവർ ചേർന്ന് തീരുമാനിച്ചത് അട്ടിമറിക്കപ്പെടുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കണോ? യെസ്, അരുൺ ആലത്തൂരൊപ്പം ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്? കൃഷ്ണരാജ്, പ്രധാനമായിട്ടും ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നുള്ളത് 12 വർഷമായി ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മറ്റ് പ്രവർത്തികളിലേക്കൊക്കെ കടന്നിട്ട് ഇതുവരെ 1000 കോടിയിലേറെ രൂപയാണ് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിന്റെ ഫയർ എൻഒസി മറ്റൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്രയും ഈ കോടികൾ ചിലവാക്കിയിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇന്ന് മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിലിന്റെ യോഗം ചേരാനിരിക്കുകയാണ്. ഈ നിർണായകമായ യോഗം ചേരാനിരിക്കുകയാണ്. നമുക്ക് ഈ 2020 ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ ഗവേണിംഗ് ബോഡി യോഗത്തിന്റെ 7ാമത്തെ അജണ്ടയായി തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 7ാമത്തെ അജണ്ടയായിട്ടുള്ള തീരുമാനം എന്നുള്ളത് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ അത് PSC വഴി നടപ്പാക്കണം എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷെ 5 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഇത് നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ യോഗ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്നുള്ളതാണ്. നിലവിൽ 167 അധ്യാപക ജീവനക്കാരും 291 അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ 458 ജീവനക്കാരാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ആരുടെയും നിയമനം PSC വഴിയല്ല. PSC വഴിയല്ല നിയമനം എന്ന് പറയുമ്പോൾ എല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ളതാണ്. മാത്രമല്ല പൂർണ്ണമായും ഈ പട്ടികജാതി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ നിയമനങ്ങൾ PSC വഴി അല്ലാതെ നടക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ആരോപണമായിട്ട് ഉയർന്നതാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ ഗവേണിംഗ് ബോഡി യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSC വഴി ആക്കണമെന്നൊരു തീരുമാനമെടുത്തിട്ട് 5 വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ തീരുമാനം നടപ്പാക്കാതിരുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. മാത്രമല്ല അതിൽ വലിയ ദുരൂഹതയും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോഴും നിയമനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ
458ഓളം ജീവനക്കാർ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഈ സർക്കാർ എല്ലാവരും സുതാര്യത പറയുന്നു, എല്ലാം സർക്കാർ ഇടപെട്ടുകൊണ്ടുള്ള നിയമനങ്ങളും മറ്റുമൊക്കെയാണ് നടത്തുക എന്നൊക്കെ വലിയ വായിൽ പൊതു സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് നടക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇത്രയും 1000 കോടിയിലേറെ രൂപ നികുതി പണത്തിൽ നിന്ന് ചിലവഴിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ്, അവിടെ അത്യാധുനിക സംവിധാനങ്ങളോ മറ്റോ ഒന്നുമില്ല എന്നുള്ളത് ഒരു വശം. ഇനിയും അവിടെ ഈ ശസ്ത്രക്രിയയോ മറ്റൊന്നും ആരംഭിച്ചിട്ടില്ല, കാർഡിയോളജി വിഭാഗമില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളത് ഒരു വശം. മറുവശത്ത് അവിടുത്തെ നിയമനങ്ങൾ പോലും PSC വഴി അല്ലാതെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഒരു യോഗം ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ ആ യോഗത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്ല, ഈ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഗവേണിംഗ് കൗൺസിൽ ചേരുന്നു. ഇതിനു മുൻപ് ഈ 5 വർഷത്തിൽ ഒരു തവണ പോലും ചേർന്നില്ലെന്നാണോ? ഇപ്പോഴെന്തുകൊണ്ട് ഗവേണിംഗ് കൗൺസിൽ വീണ്ടും ചേരുന്നു? ഈ ഗവേണിംഗ് കൗൺസിൽ ചേരാനുണ്ടായ സാഹചര്യം എന്നുള്ളത് നിരന്തരം മെഡിക്കൽ കോളേജിനെതിരെയുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും കോടികൾ, അതായത് 1000 കോടിയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജ്, അതിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇനിയും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോഴും അവിടെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങളോ ശസ്ത്രക്രിയയോ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ സൗകര്യമില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ ജനങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന അതിന്റെ പകുതി പോലും ആളുകൾ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നില്ല. കാരണം അവിടെ അത്തരത്തിൽ സൗകര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ചികിത്സയ്ക്ക് പോലും എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവേണിംഗ് ബോഡി യോഗം ചേരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും 5 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മുൻ വർഷങ്ങളിൽ ചേർന്ന യോഗം, ആ യോഗത്തിൽ എന്തെങ്കിലും നടപടി ആയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിന്റെ വിവരാവകാശ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 2020 ഫെബ്രുവരിയിൽ ചേർന്ന ഈ ഗവേണിംഗ് ബോഡി യോഗത്തിൽ അന്ന് 7ാമത്തെ അജണ്ടയായിട്ട് അവർ തീരുമാനിച്ചിരുന്ന കാര്യം എന്നുള്ളത് നിയമനങ്ങൾ PSC വഴി എന്നുള്ളതാണ്. പക്ഷെ ആ നിയമനങ്ങൾ PSC വഴി ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിയമന അട്ടിമറി ഗവേണിംഗ് കൗൺസിൽ PSCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടും അല്ലാതെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് വ്യക്തമായ വിവരാവകാശ രേഖകളടക്കമാണ് അരുൺ ആലത്തൂർ ഈ എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയത്. തിരുവനന്തപുരത്ത് നഴ്സിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംഭവം. കൂട്ടിരിപ്പുകാർ മേൽ നഴ്സായ ജഗിൽ ചന്ദ്രനെ ആക്രമിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എന്താണ് ഈ സംഭവം? ഇതിപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. രശ്മി അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. അവിടെ ഒരു മെയിൽ നഴ്സിനെ കൂട്ടിരിപ്പുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഈ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ എന്തായിരുന്നു സംഭവം? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്? അതിനിടെയായ സാഹചര്യം എന്താണ് അവിടെ? രശ്മി, കേൾക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇന്നലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് 6-ൽ ജോലി ചെയ്യുന്ന ശ്രീ ജഗിൽ ചന്ദ്രനെ ഇന്നലെ ഇവിടുത്തെ ഒരു രോഗിയുടെ കൂട്ടിരിപ്പാൻ മർദ്ദിക്കുകയുണ്ടായി. ഒരു രോഗിയുടെ കൂടെ ഇത്രയും സുരക്ഷയാണ് ആ രീതിക്കാണ് രോഗികളെ ബൈസ്റ്റാൻഡേഴ്സിനെ കയറ്റിവിടുന്നു എന്ന് പറയുന്ന ആശുപത്രിയിൽ ഒരു രോഗിയുടെ കൂടെ 14 പേരാണ്. ആ 14 പേരിൽ ബാക്കി 2 പേർ എന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തു പോകുക എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ആരോഗ്യ പ്രവർത്തകൻ മർദ്ദിക്കപ്പെട്ടത്. നിരന്തരമായി ആരോഗ്യ പ്രവർത്തകർ മർദ്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടും ഈ സർക്കാരിന് മുമ്പിലും പറയുന്നതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക, ആ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുക, ഈ ആക്രമിക്കപ്പെടുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകുക. പക്ഷേ എന്തൊക്കെ നൽകിയിട്ടും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേൽ ഈ ആക്രമണങ്ങൾക്ക് ഒരു കുറവും ഇന്ന് ഈ കേരളത്തിലില്ല. ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ വിഷയം 14 ബൈസ്റ്റാൻഡർ നിൽക്കുന്നു, ഈ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സുരക്ഷ ഉറപ്പാക്കി തരൂ എന്ന് പറഞ്ഞ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഞങ്ങൾ സെക്യൂരിറ്റി ഓഫീസറെ വിളിക്കുമ്പോൾ ആ മർദ്ദനമേറ്റ നഴ്സിംഗ് ഓഫീസർ വിളിക്കുമ്പോൾ 1ഉം 2ഉം അല്ല 4 പ്രാവശ്യമായിട്ട് വിളിച്ചിട്ട് പോലും ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല.
ഒരാളെങ്കിലും കൃത്യസമയത്ത് എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നതും ഈ സർക്കാരിനോട് പറയുന്നതും ഞങ്ങൾക്ക് സുരക്ഷ വേണം. ഞങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ കൊല്ലപ്പെടുമ്പോൾ മുതലക്കണ്ണീരുമായി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് പോകുമ്പോൾ ആ കഥ അങ്ങ് കഴിയും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് മാന്യമായ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ളൊരു സൗകര്യമാണ്. ആ സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതുമാത്രമല്ല, ഈ അക്രമത്തിന് ഇരയായ കുട്ടിക്ക് നീതി ലഭിക്കണം. കാരണം ഈ ആക്രമിച്ചവരെ ഈ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചതിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് തക്കതായ ശിക്ഷ നൽകണം. കാരണം മാതൃകാപരമായ ശിക്ഷ നൽകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം വേണം. ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ്. ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണ്. കാരണം ഡോക്ടർമാരെ പോലെയോ മറ്റുള്ള ജീവനക്കാരെ പോലെയോ രോഗികളുടെ സുരക്ഷ നോക്കാതെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഇറങ്ങുമ്പോൾ 2 പേരോളം ഓരോ വാർഡുകളിലും ഓരോ ICകളിലും ഞങ്ങളെ രോഗിയുടെ സുരക്ഷത ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും എല്ലാവരും എമർജൻസി സർവീസ് വെച്ച് ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾ സ്ട്രൈക്കിലേക്ക് കേരളം മുഴുവൻ ഇറങ്ങും. ആ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അക്രമികൾക്ക്, ഈ കുട്ടിയെ മർദ്ദിച്ച അക്രമികളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട നടപടി, അവർ ഏത് പൊളിറ്റിക്കലായാലും ഏത് രാഷ്ട്രീയ പിൻപാടുള്ള ആൾക്കാരായാലും അതിനുള്ള ശിക്ഷ നൽകണം. ഇവിടെ സംഭവിച്ചത് എന്താ? ഈ ആക്രമണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? അവരുടെ സുരക്ഷയെ കരുതി അവരെ സ്ത്രീകളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അവർ കേസ് ഫയൽ ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എവിടെയാണ് ആരോഗ്യ പ്രവർത്തകർ നീതി കിട്ടുക? നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ സർക്കാർ ഉറപ്പുവരുത്തുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് നീതി ഉറപ്പാക്കി തരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിഷയം തണുത്ത ഒരു മട്ടിലാണ് കാണുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി ഉച്ചയ്ക്ക് 2 മണി മുതലേ ഈ സെക്യൂരിറ്റി ഓഫീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. കാരണം ഇത്രയും ബൈസ്റ്റാൻഡർ ഉണ്ട്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല, സുരക്ഷിതമായി ഉറപ്പുവരുത്തണം. വീണ്ടും 4 മണിക്ക് വിളിക്കുന്നുണ്ട്, വീണ്ടും 5 മണിക്ക് വിളിക്കുന്നുണ്ട്. ഈ 3 തവണ വിളിച്ചിട്ട് പോലും ഒരാൾ പോലും, ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് പോലും മുകളിലേക്ക് വന്ന് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 90% നഴ്സിംഗ് ജീവനക്കാരെന്ന് പറഞ്ഞ സ്ത്രീ ജീവനക്കാരാണ്. തിരുവനന്തപുരത്ത് നഴ്സിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതി, അവരുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഞങ്ങൾക്കൊപ്പമുള്ള ആളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം, ഞങ്ങളുടെ ആകെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിയ ടീച്ചർ. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരകയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതെന്ന് ജാമിയ ടീച്ചർ പറയുന്നു. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരകയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരവനിതയാണെന്നും ജാമിയ ടീച്ചർ ചൂണ്ടിക്കാട്ടി. ജൻ ടിവിയോട് ഭീഷണിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ജാമിയ ടീച്ചർ. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാരവനിതയാണിവര്. ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞും, അതുപോലെ പള്ളി കമ്മിറ്റിക്കാരനാണ്, പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇവര് എൻ്റെ മാതാവിനെ, എൻ്റെ പിതാവിനെ, എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് പ്രശ്നം? ജാമിയ ടീച്ചർ എന്താണ് വിവരിക്കുന്നത്?
കൃഷ്ണരാജ്, ഇസ്ലാം മതം പഠിച്ചു, ഒടുവിൽ ആ മതം ഉപേക്ഷിച്ച് അതിൽ ചില അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മതം വിട്ട് അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിരന്തരം പ്രതിസന്ധികളിലൂടെ കടന്നപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരാളാണ് ഈ ജാമിദ ടീച്ചർ. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകയാണ്. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക മതമൗലികവാദികളുടെ അടുത്ത നീക്കമായി ജാമിദ ടീച്ചർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ മതം വിട്ടതിന്റെ പേരിൽ തന്റെ ബന്ധുക്കൾക്ക് നേരെ പോലും അവരെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണെന്നാണ് ജാമിദ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവർ ഇറക്കിയിരിക്കുന്ന ഒരു കാർഡാണ് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ഈ യൂട്യൂബറും ഒരു പള്ളി സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളും കൂടി ഈ ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലെത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ജാമിദ മതം വിട്ടതിന്റെ പേരിൽ തങ്ങൾക്ക് വിമാനത്താവളത്തിൽ പോകാൻ കഴിയുന്നില്ല, തങ്ങളടക്കമുള്ള മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ അസഭ്യമായ ഭാഷയിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ജാമിദ ടീച്ചറുടെ 92 വയസ്സായുള്ള മാതാവിനെ പോലും ഇവർ അധിക്ഷേപിച്ച് അപമാനിച്ചു സംസാരിച്ചു എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. ഇതിന്റെ ഒക്കെ കാരണം ഈ ജാമിദ ടീച്ചർ ഇസ്ലാം മതം ഉപേക്ഷിച്ചു. അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായി ഇവർ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നത് ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു അവകാശമാണ്. അത് ചെയ്തതിന്റെ പേരിലാണ് എല്ലാ കാലത്തും ജാമിദ ടീച്ചർ ഈ സമൂഹത്തിന് മുന്നിൽ ചിലർ ഈ ജാമിദ ടീച്ചറെ ക്രൂശിച്ചത്, അല്ലെങ്കിൽ നിരന്തരം പ്രതിസന്ധികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ജാമിദ ടീച്ചർക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് ജാമിദ ടീച്ചർ ജനൻ ടിവിയോട് പങ്കുവച്ചത്. ഇതുവരെ ഈ ജാമിദ ടീച്ചറുടെ ഈ കുട്ടികൾക്കൊക്കെ നേരെയായിരുന്നു ഈ രീതിയിലുള്ള അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ അതൊന്നും കൊണ്ടും ജാമിദ ടീച്ചറുടെ വായടയില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിക മതമൗലികവാദികൾ ഇപ്പോൾ ഈ ജാമിദ ടീച്ചറുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അവരിലൂടെ അവരെ അപമാനിച്ചും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ ഈ ജാമിദ ടീച്ചർക്കെതിരെ ജാമിദ ടീച്ചർക്ക് എതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ വരികയാണ് എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. മാത്രമല്ല ഈ യൂട്യൂബർക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ഈ ബംഗ്ലാദേശിയാണ് ഇവർ വിവാഹം കഴിച്ചതെന്നും ഇവരുടെ മകന് ഏത് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമിദ ടീച്ചർ ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ അതൊരു നിസാരമായി നോക്കിക്കാണേണ്ട ഒന്നല്ല. അവർക്ക് പിന്നിൽ മറ്റ് പലരുമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ കൂടിയാണ് ജാമിദ ടീച്ചർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും താൻ മതം വിട്ടതിന്റെ പേരിൽ നിരന്തരം തനിക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ഒരു വ്യാജ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഈ ജാമിദ ടീച്ചർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നേരിട്ട് ഈ യൂട്യൂബറും പള്ളി സെക്രട്ടറിയുമായിട്ടുള്ള ആള് ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലെത്തുകയും സഹോദരിയെ ഭീഷണിപ്പെടുത്തുകയും അവരറിയാതെ അവരുടെ അനുവാദം ഇല്ലാതെ തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിക്കുകയും അവരോട് നിർബന്ധിച്ച് ഇത്തരത്തിൽ ജാമിദയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജാമിദ ടീച്ചർ നമ്മോട് സംസാരിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഈ ഷഫീന ബീവി തന്റെ യൂട്യൂബ് ചാനലിലൂടെ നവമാധ്യമങ്ങളിൽ ഇടുകയും ആ രീതിയിൽ കൂടി ഈ തന്റെ കുടുംബത്തെ ഇവർ അപമാനിച്ചു എന്നതാണ് ഈ ജാമിദ ടീച്ചർ പറയുന്നത്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ മതം വിട്ടതിന്റെ പേരിൽ ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു അവകാശം അത് താൻ എടുത്തതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു നിരന്തരം അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നത് എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. എന്തായാലും കൃത്യമായി തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ജാമിദ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക. വീണ, ശരി. വാർത്തകൾ നോക്കാം. ഇടുക്കി ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ അവശൻ എന്ന് വനം വകുപ്പ്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ കടുവയ്ക്ക് നിലവിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തീർത്തും അവശനായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലെന്ന് വെറ്ററിനറി ഡോക്ടർമാർ വനംവകുപ്പിനെ അറിയിച്ചു. മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പച്ചേരുന്നു. സുബിൻ, ഈ മയക്കുവെടി വയ്ക്കാതെ ചികിത്സ നൽകലും സാധ്യമല്ലല്ലോ. എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്?
രാവിലെ മുതൽ തന്നെ നിലവിൽ ഇപ്പോൾ ഈ കടുവ എവിടെയെന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കടുവ എവിടെ സ്ഥിരീകരിച്ച ആ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോഴും കടുവ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ കാലിന്റെ പരിക്ക് അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നെന്തായാലും അല്പസമയത്തിനകം തന്നെ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തുന്നുണ്ട്. ഇതിനുശേഷം ഈ കടുവയുടെ ദൃശ്യങ്ങൾ നിലവിൽ ഡ്രോൺ ഉപയോഗിച്ച് ഇന്നലെ ശേഖരിച്ച ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ഒരു തുടർ നടപടിയിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാലിന് പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ, അതായത് ഇര പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ തീർത്തും അവശനാണ് കടുവ. ആ ഒരു സാഹചര്യത്തിൽ മയക്കുവെക്കാൻ സാധിക്കുമോ നടക്കുമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൂട്ടിൽ കയറാനുള്ള സാധ്യത ആണ് വനംവകുപ്പ്, കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനുള്ളത്. ഈ കൂടിനോട് ചേർന്ന് ഏകദേശം കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്ഥലത്തിന് എതിർവശത്തായാണ് നിലവിൽ ഇപ്പോൾ ഈ കടുവയുള്ളത്. ഒരു ചതുപ്പിലാണ് കടുവയുള്ളത്. ഏകദേശം കൂടിനടുത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് കടുവ ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ടിലേക്ക് നടന്നു നീങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ വന്നാൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ഈ കൂട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മയക്കുവീട് വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് തരത്തിൽ വേണമെന്നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഡോക്ടർ എത്തും. അതിനുശേഷമാവും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. മയക്കുവീട് വെച്ച് പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കൂട്ടിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് നിലവിൽ എത്തുന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തിനടുത്ത് തന്നെ ഈ ഒരു കടുവ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് കേട്ടോ. അതിൽ ഈ മുമ്പ് കണ്ട ആ ഒരു ഭാഗത്ത് കടുവയുണ്ടോ, അതായത് ഈ ചതുപ്പ് പ്രദേശത്ത് കടുവയുണ്ട്. ഇന്നലെ അവിടെയാണ് വൈകുന്നേരത്തോട് കടുവയെ ലൊക്കേറ്റ് ചെയ്തത്. ആ ഭാഗത്ത് തന്നെ കടുവയുണ്ടോ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കടുത്ത മോഡൽ മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ, അതായത് പുലർച്ചെയുള്ള സമയങ്ങളിൽ ഒരു 9 മണി വരെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് ഡ്രോൺ നിരീക്ഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. കനത്ത മൂടൽ മഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയും കടുവയെ അവിടെ ഉണ്ടോ എന്നുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിൽ നിന്ന് ലഭിക്കുന്നത്, അതായത് കൂടുതൽ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ കടുവയുടെ കാലിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ എത്തുമ്പോൾ ഡോക്ടർ അതിന്റെ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തി വിവരം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നുള്ളതാണ് നിലവിൽ എരുമേലി റേഞ്ച് ഓഫീസർ ആയിട്ടുള്ള ഹിലാൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. റേഷൻ കാർഡ് മസ്റ്ററിങ് അത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണോ എന്നറിയില്ല. അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാർച്ച് 31 മുൻപ് മസ്റ്ററിങ് നടത്തണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. മസ്റ്ററിങ് നടത്താത്തവർക്ക് മാർച്ച് 31 ശേഷം റേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം. വിഷയത്തിൽ വ്യാപാര സംഘടന കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? ഈ 2024 ഡിസംബർ 31 വരെ ആയിരുന്നു നേരത്തെ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചത്. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാർച്ച് 31 വരെ ഈ തീയതി നീട്ടി നൽകിയത്. പക്ഷേ 95.82% പേർ മാത്രമാണ് ഇപ്പോഴും സംസ്ഥാനത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 4.18% ആളുകൾ ഈ മസ്റ്ററിങ് നടപടികളുമായി യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പലവിധ കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സംഘടനകൾ ഈ മസ്റ്ററിങ് 1 വർഷം കൂടി നീട്ടി നൽകണമെന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും ഒപ്പം കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്കുമൊക്കെ ഇവർ നിവേദനം നൽകിയിട്ടുണ്ട്. വിവിധ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കും ഈ സംഘടന ഒരുക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഈ മസ്റ്ററിങ് നടത്താൻ 1 മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളായി മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന 1.54 കോടി റേഷൻ കാർഡുകളിൽ 1.36 കോടി പേർ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 11 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും മസ്റ്ററിങ് പട്ടികയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഈ മസ്റ്ററിങ് പട്ടികയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ റേഷൻ ഉപഭോക്താക്കളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിലുള്ള റേഷൻ വിഹിതത്തേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ മസ്റ്ററിങ് നടപടികൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന രീതിയിലുള്ള വിമർശനം സജീവമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ
ഒന്നും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. മുഴുവൻ ഭാരവും റേഷൻ വ്യാപാരികളുടെ തലയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനവും സർക്കാർ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഈ വ്യാപാരികൾ നേരിട്ട് ഇടപെട്ടാണ് പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും മസ്റ്ററിങ്ങിന് എത്താത്ത ആളുകളെ എത്തിക്കാനും ഒക്കെയുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഈ കിടപ്പ് രോഗികൾ, കുട്ടികൾ, വിദേശത്തുള്ളവർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഈ മസ്റ്ററിംഗ് നടപടികൾ പലപ്പോഴും പ്രായോഗികമായി നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ട് എത്തി ഇത് കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്രം അറിയിച്ച നിലപാട് ഇപ്പോൾ സംസ്ഥാനം നേരത്തെ നിയമസഭയിലൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് പരിഹരിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. എന്തായാലും ഈ സമയം നീട്ടി നൽകണമെന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെ അടക്കം ഈ വിഷയത്തിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അവർ. ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് റേഷൻ വ്യാപാരികൾ ഇങ്ങനെയൊരു ഇടപെടലിന് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയുടെ കുത്തൊഴുക്കായിരുന്നു. ഇന്ന് ഒഴുക്കെന്ന് നമ്മൾ പറയാറ്, കുത്തൊഴുക്കായിരുന്നു. കാരണം എത്ര തത്സമയ വിവരങ്ങളാണ് വന്നത്. ഓരോ മിനിറ്റുകളിലും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. സമഗ്രമായിരുന്നു, സമ്പൂർണ്ണമായിരുന്നു. പലത് ഇനിയും അപ്ഡേറ്റ്സ് ആവശ്യമുള്ളതാണ്. തുടർന്നും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന വാർത്തകളാണ്. അതൊക്കെ ഇനി ലൈവ് റിപ്പോർട്ട്സിലാകാം. കാരണം പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ്. ചെറിയ ഇടവേള, അതിനുശേഷം ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. നമസ്തേ.